സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നിർമ്മിതമായ വർണ്ണകാലം ഭൂമിയിൽ നൽകിയതാണ്. അത് എല്ലാവർക്കും നിർണയിക്കപ്പെട്ട അവധിയാണ്. അജലിൻ മുസമ്മ, നിർണയിക്കപ്പെട്ട അവധിയാണ്. നമുക്ക് തോന്നുകയാണ് ഞാൻ കുറെ ഉണ്ടാവും, പക്ഷെ എല്ലാവർക്കും നിർണയിക്കപ്പെട്ടതാണ്. നിർണയിക്കപ്പെട്ട അവധിയിലേക്ക് നടന്ന് നീങ്ങാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോവാണ്. നമ്മളുടെ കഴിവിന്റെ പേരിൽ, സാമർത്ഥ്യത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ശരീരത്തിനെ ശ്രദ്ധിക്കുന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യത്തിന്റെ പേരിൽ നമ്മൾ കൂടുതൽ ഇവിടെ നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള തെറ്റായ ധാരണയിലാണ് നമ്മളുള്ളത്. സത്യത്തിൽ ആരോഗ്യവും മരണവുമായി യാതൊരു ബന്ധവുമില്ല. രോഗവും മരണവുമായിട്ടും യാതൊരു ബന്ധവുമില്ല. കോവിഡ് പിടിച്ചിട്ട് ഒരാൾ മരിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തുകൊണ്ട് പറഞ്ഞാൽ അയാളെ സമയമായപ്പം അയാൾ എന്തായതാണ് അയാൾ മരിച്ചതാണ്. നന്നായ കോവിഡ് ഇല്ലെങ്കിലും അയാൾ മരിക്കുക, നിർണയിച്ചതാണ്. വലിക്കുല്ലി ഉമ്മത്തിൻ അജൽ ഫഇദാ ജാ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഖുർആനാണ്. നമ്മൾ ഖുർആനിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. വലിക്കുല്ലി ഉമ്മത്തിൻ അജൽ, ഓരോരുത്തർക്കും ഒരു നിർണിതമായ അവധിയിലേക്ക്, നമ്മളെല്ലാവരും ആ നിർണിതമായ അവധിയിലേക്ക് നടക്കുകയാണ്. ഓരോരുത്തർക്ക് തോന്നുന്നത് ഞാൻ കുറെ കാലം ഉണ്ടാവും. അതിന് പല കാരണങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. വാപ്പുള്ള ഒരു സമാധാനമാണ്. എന്താണ് ആദ്യം മരിക്കേണ്ട ആളാരാണ്? വാപ്പ. ഉമ്മയുള്ളവർക്ക് സമാധാനമാണ്. കാരണം ഉമ്മ മരിച്ചിരിക്കല്ലോ, അതുകൊണ്ട് ജ്യേഷ്ഠങ്ങൾക്ക് സമാധാനമാണ്. ഞാൻ അഞ്ചാമത്തെ കുട്ടിയാണ്, എനിക്ക് 5 ജ്യേഷ്ഠന്മാർക്കില്ലേ, 4 ജ്യേഷ്ഠന്മാർക്ക് ഞാൻ സമാധാനം. കോയി ഭരോസാനിയെ ഒരാൾക്കും ഒരു നിലയിലുള്ള ഭരോസയില്ല, ഒരു നിലയിലുള്ള ഒരു സമാധാനിക്കാനുള്ള വകുപ്പില്ല. ആകാർ അഗ്നി മൗത്ത് സേ കോയി ബശർ നഹീ ഹൈ, സാമാൻ 100 ബറസ് കാ ബൽകി ഖബർ നഹീ ഹൈ. ഓരോ മനുഷ്യനും ഒരാൾക്കും ഒരു ഐഡിയ ഇല്ല. സാമാൻ 100 ബറസ് കാ, 100 വർഷത്തേക്കുള്ള സാധനങ്ങളുണ്ട്. 100 വർഷത്തേക്കുള്ള സാധനത്തെ കൽക്കി ഖബർ നഹീ ഹൈ, നാളത്തെ പറ്റി ഒരു വിവരമില്ല. കാരണം ഒരു മനുഷ്യൻ അവനെ പറ്റി എന്താണെന്ന് അറിയില്ല. ഞാനിപ്പോഴൊക്കെ ഇങ്ങനെ ഓടുകയാണ്, ഓരോ അവസ്ഥകളും കൊണ്ട് ഓടുകയാണ്. തിരിയാൻ പോലും നമുക്ക് സമയച്ചില്ല. അല്ലാഹു ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞൊരു വാക്കാണ്, നിങ്ങൾ തിരിയുന്നത്. വഇലൈഹിൽ മസീർ വഇലൈഹി തുർജഊൻ. ഏതിന്റെ അവസരത്തിലുള്ളത്? ഇതിന്റെ യാസീന്റെ വഇലൈഹി തുർജഊൻ, അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവനിലേക്ക് മടക്കപ്പെടും. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാഅല്ലാഹു ബിക്കും ലാഹിഖൂൻ. എന്താ അന്ന് നമുക്കറിയാം. നമ്മള് സലാമെന്നെ പറയില്ല, വേറെ കാര്യം. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ ഫ്ലക്സ് ബോർഡിന്റെ തല്ലിന്റെ നാടാണ്. വേറെ പല സംസ്ഥാനത്തിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. വേറെ തല്ലുള്ള വേറെ ഒരു സംസ്ഥാനം ഉണ്ടാവില്ല. എല്ലാവരും ബാക്കി പോസ്റ്ററും, എല്ലാവരും ബാക്കി ഈ ഫ്ലക്സ് ഉണ്ടാവും. പക്ഷെ ഒരു ഖബർസ്ഥാനിൽ പോലും ഈ അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാഅല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വ ലക്കുമുൽ ആഫിയ എന്നുള്ള ഒരു ബോർഡ് വെക്കാൻ നമുക്കാർക്കും കഴിയിട്ടില്ല. എന്നുവെച്ചാൽ ഒരു ഖബർസ്ഥാനത്തിലൂടെ ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ പല ഖബർസ്ഥാനുകൾ നമ്മൾ കടന്നു പോയിട്ട് നമ്മൾ അറിയില്ല. ഒരു ബോർഡ് വെച്ചാൽ മനസ്സിലാവും ഇത് ഖബർസ്ഥാനാണ്. അപ്പോഴെങ്കിലും മനുഷ്യർക്ക് ബോധത്താവട്ടെ. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വീടുകളിൽ താമസിക്കുന്നവരെ നിങ്ങൾക്ക് രക്ഷണ്ടാവട്ടെ. നിശ്ചയമായും ഞങ്ങൾ ബിക്കും, നിങ്ങളോടൊന്നിച്ച് ലാഹിഖൂൻ, വന്നു ചേരുന്നവരാണ്, നിങ്ങളുടെ കൂടെ വരാത്ത ആൾക്കാരാണ്. നസ്അലുല്ലാഹ ലനാ വ ലക്കുമുൽ ആഫിയ, അല്ലാഹ് ഞങ്ങൾക്കും നിങ്ങൾക്കൊക്കെ ആഫിയത്ത് തരട്ടെ. അല്ലാഹുവിനോട് ചോദിക്കാനാണ്.
നിങ്ങളോട് കണ്ടു. ഞാൻ ഒരു 2-3 പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട പള്ളി മോടി പിടിപ്പിക്കുമ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു നല്ലൊരു ടാക്സ് ഇവിടെ വെക്കി, കാണണോന് യാത്രക്കാരുടെ ബോധത്താവട്ടെ, സലാം പറയട്ടെ. കബറിസ്ഥാന്റെ അടുത്തൂടെ വണ്ടിയിലും കാറിലൊക്കെ അഹങ്കാരത്തിന്റെ നെഞ്ഞു പിടർത്തി പോകുമ്പോ കബറിസ്ഥാൻ കാണുമ്പോഴെങ്കിലും ഒരു അസ്സലാമു അലൈക്കും എന്ന് പറയാനുള്ള മനസ്സുണ്ടാവട്ടെ. മടങ്ങാനുള്ള ചിന്തല്ല, അതാണ് മറന്നുപോയത്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ പഠിപ്പിച്ചു, അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹി നുശൂർ. അവനിലേക്ക് തന്നെയാണ് മടക്കം. നുശൂർ അവനിലേക്കാണ്. രാവിലെ ഓർമ്മക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ ആരോഗ്യത്തോടെ നീച്ചിട്ടുണ്ട്, ഇതൊക്കെ ഫുള്ളാക്കില്ലാതാണെന്നൊന്നും വിചാരിക്കണ്ട. മടങ്ങൽ എന്തായാലും സാധാരണന്മാരെ മനുഷ്യൻ അവന്റെ മടക്കത്തെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈമാൻ മടക്കവുമായി ബന്ധപ്പെട്ടതാണ്. ആർക്ക് മടങ്ങിപ്പോകണമെന്ന് ചിന്തണ്ടോ അവരെ ഈമാനിൽ വർധനമുണ്ടാവും, അവരെ അമലിൽ പൂവത്തുണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ പേടികളെ. സഹാബാക്കൾ വലിയ വലിയ സൈന്യങ്ങളെ നേരിട്ടത് അവരുടെ ആയുധ ബലത്തിന്റെ പേരിലായിരുന്നില്ല, അവരുടെ മരണത്തോടുള്ള അവരുടെ താല്പര്യം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു റുസ്തമിനെ മറ്റും എഴുതിയിട്ടുണ്ട്, ഞാനൊരു സൈന്യത്തെ കൊണ്ടാണ് വരുന്നത്, അനറബികൾ മദ്യത്തിനെ ഇഷ്ടപ്പെടുന്നത് പോലെ മരണത്തെ ഇഷ്ടപ്പെട്ട ഒരു കൗമിനെ കൊണ്ടാണ് വരുന്നത്. എന്നുവെച്ചാൽ മരണത്തെ ഇഷ്ടപ്പെട്ട ഒരു സമുദായത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കാൻ വേണ്ടി പോയത് നിങ്ങൾക്ക് താരീഖ് വായിച്ചാൽ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ കയ്യിൽ സമർത്ഥമായ മറ്റൊന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ കുർദു വംശജരെ കൂട്ടിയിരുത്തിയിട്ട് അവരോട് മരണത്തിലേക്ക് തയ്യാറാക്കി. കുർദികൾ മരിക്കാൻ തയ്യാറായ ഒരു കൗമകൾക്ക് പിന്നെ വേറെ ഇരിക്കുന്നതിനുള്ള ഏക പ്രശ്നം മരിക്കുന്നതിനേക്കാൾ അപ്പുറം ജീവിതത്തിനോടുള്ള കൊതിയും അതിനോടുള്ള പ്ലാനും പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈമാനികമായ തകർച്ചയും ബലഹീനതയും സ്വാഭാവികമായിട്ടുണ്ടാവും. അതുകൊണ്ട് മരണത്തിലേക്കുള്ള നിർണിതമായ അവധിയാണുള്ളത്. അത് എന്തായാലും സംഭവിക്കും. അതിൽ ഒരു അല്പസമയം പോലും മുന്തിയാവില്ല, ഒരല്പസമയം എത്തുകയുമില്ല. നിർണിതമാണ്. അതിലേക്ക് നടന്നു നീങ്ങാൻ. ഇതിനിടയിൽ നമ്മുടെയുമായി ബന്ധപ്പെട്ട പലരും പല കാരണങ്ങളുടെ പേരിൽ പോയി. കാരണങ്ങളാണ് മുന്തിക്കപ്പെടുന്നത്, പക്ഷെ അല്ല, തീരുമാനമാണ് എന്തായത് മുന്തിയത്. തീരുമാനമായിരുന്നു അന്നത്തെ ദിവസം, അള്ളാഹുവിന്റെ തീരുമാനമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ ഇബ്രാഹിം കുട്ടി മരിച്ചപ്പോൾ തങ്ങളുടെ കണ്ണുനീര് വന്നു. അടുത്തിട്ടായിരുന്ന ആരോ ഒരാൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചവരിൽ കരയാൻ പറ്റുന്നു? കരയരുതെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണിങ്ങനെ കണ്ണുനീര് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഐനു തസ്മഅ, കണ്ണുനീര് വരും. വൽ ഖൽബു യഹ്സൻ, ഹൃദയം വേദനിക്കും. വൽ ഐനു തസ്മഅ, ഹൃദയം വേദനിച്ചാൽ കണ്ണുനീര് വരും. വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുനാ, വലാ യഖൂലു ഇല്ലാ മാ യർദാ റബ്ബുനാ, നമ്മുടെ റബ്ബിന് ഇഷ്ടമില്ലാത്തത് നമ്മൾ പറയില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്, റബ്ബിന് ഇഷ്ടമില്ലാത്തത് ഞാൻ പറയില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ആയതുകൊണ്ട് അല്ല, റബ്ബിന്റെ തീരുമാനബന്ധം മരിച്ചു. നിശ്ചയിച്ച ദിവസമായിരുന്നു അവർ മരിച്ചു. ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചപ്പോൾ അന്ന് ഗ്രഹണം ഉണ്ടായിരുന്നു. ആൾക്കാരൊക്കെ പറഞ്ഞു, വിവിധ ശാസ്ത്രങ്ങളെ മോൻ മരിച്ചതിന്റെ പേരിൽ ഗ്രഹണം ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ സ്വാഭാവികമാണ് അങ്ങനത്തെ ഒരു ക്രെഡിറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മളൊക്കെ കറാമത്ത് ഉണ്ടാക്കാൻ വേണ്ടി മെൻകെട്ടുകൊണ്ടിരിക്കുക. വിവിധ ശാസ്ത്രങ്ങൾ മിമ്പറിൽക്ക് വിവിധ ശാസ്ത്രങ്ങൾ അള്ളാഹു സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തിട്ട് പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയത്തൈൻ, സൂര്യനും ചന്ദ്രനും അത് അള്ളാഹുവിന്റെ 2 ദൃഷ്ടാന്തങ്ങളാണ്. അത് ഒരാളുടെ മരണത്തിന്റെ പേരിലോ ഒരാളുടെ ജനനത്തിന്റെ പേരിലോ അതിന് ഗ്രഹണമോ അതിന് മറ്റോ ബാധിക്കുകയില്ല. അതുകൊണ്ട് എന്റെ കുട്ടി മരിച്ചതിന്റെ പേരിലൊന്നല്ല ഉണ്ടായത്. എനിക്ക് മനസ്സിലായിട്ടോ, ഉമ്മത്തിന് കറക്റ്റ്
പഠിപ്പിച്ചു കൊടുക്കുന്ന പണിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വഴിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി, പല വഴികളിലേക്ക് തിരിയാൻ തുടങ്ങി. സുന്നത്തിന് നമ്മുടെ അടുക്കൽ വിലയില്ലാതായി, വേറെ എല്ലാത്തിനും വിലയായി. സുന്നത്തായ നോമ്പുകൾക്ക് അത് സമുദായത്തിന് അറിയില്ല. കഴിഞ്ഞ ആഴ്ച 13, 14, 15 റബീഉൽ അവ്വൽ മാത്രം എല്ലാവർക്കും അറിയാം. അതിന്റെ പിറ്റേന്ന് എന്താണ്? അയ്യാമുൽ ബീദിന്റെ നോമ്പാണ്. പക്ഷെ സമുദായത്തിനിടയിലൂടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ആർക്കും നോമ്പ് അറിയില്ല, നോമ്പില്ല ആൾക്കാർക്ക്. വ്യാഴം തിങ്കളും സുന്നത്തായ നോമ്പുണ്ട്, ആർക്കും അറിയില്ല. ഇങ്ങനെ കുറെ നോമ്പുകൾ സുന്നത്തുകൾ അറിയപ്പെടാതെ പോവുകയും സുന്നത്തിന്റെ മഖാമിൽ പലതും സുന്നത്തിനേക്കാളും വലിയ റേറ്റ് നേടുകയും ചെയ്തു. സുന്നത്തിനേക്കാൾ വലിയ റേറ്റാണ്. എന്നും ഓതാൻ പറഞ്ഞ സൂറത്തുകളുടെ ഖുർആനിൽ അതോതൂല, മറ്റുള്ള പലതും ഓതും. എന്ന് വെച്ചാൽ ഒരു സുന്നത്തും നീക്കപ്പെടുന്നില്ല, അതിന്റെ സ്ഥാനത്ത് ഒരു ബിദ്അത്ത് കൊണ്ടെത്തിച്ചിട്ടല്ലാതെ. അതിന്റെ എന്നുവെച്ചാൽ സ്ഥലം കാണിണ്ടാവില്ല. സുന്നത്ത് നീക്കണേന് മുന്നേ എന്ത് വെച്ചിട്ടുണ്ടാവും? ബിദ്അത്ത് വെച്ചിട്ടുണ്ടാവും. ഉമ്മത്ത് ബിദ്അത്തിനെ സുന്നത്തായി അല്ലെങ്കിൽ സുന്നത്തിനേക്കാൾ അപ്പുറമായി കാണാൻ, ശരിയായ സുന്നത്ത് കണ്ടെത്താൻ കഴിയില്ല. ശരിയായ സുന്നത്തിലേക്ക് മനുഷ്യർക്ക് എത്താൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? സുന്നത്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, തങ്ങളുടെ താരീഖ്, തങ്ങളോടുള്ള ഹുബ്ബ് അത് ജീവിതത്തിൽ ഉണ്ടായ എളുപ്പമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യർക്ക് വ്യക്തമായി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, വ്യക്തമായി. അല്ലെങ്കിൽ ആരാ പറയാ, ഒരാളെ മകൻ മരിച്ചു, വലിയൊരു ആള്, നമ്മൾ മഹത്വം കൽപ്പിക്കുന്ന ഒരാൾ മോൻ മരിച്ചപ്പോ അയാളോട് പറയാണ്, ഇന്ന് ചന്ദ്രഗ്രഹണമായ ഞങ്ങളെ മോൻ മരിച്ചിട്ടാണ് ഇറ്റാലൊരു റെഡിക്ക് വരികയാണെങ്കിൽ അവിടെ വന്നോട്ടെ എന്നാ വിചാരിക്കാം. നബി സാഹസങ്ങൾ മിമ്പറിൽ കയറി ഇത് പറഞ്ഞു ഇല്ല, അങ്ങനല്ല. കാരണം ശരിയായ ദിശ അള്ളാഹുലേക്ക് മാർഗം കാണിക്കാൻ, അള്ളാഹുലേക്ക് വഴി കാണിക്കാൻ വേണ്ടി വന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ജീവിതത്തെ കുറിച്ചൊന്ന് പഠിക്കും. എനിക്കാകെ പറയാനുള്ളത്, നമുക്ക് നമ്മളെ കളിക്കാരെ കുറിച്ച് അറിയാം. കളിക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് കളിക്കാരെ പറ്റി പറയും. ക്രിക്കറ്റിനോട് താല്പര്യമുള്ള ക്രിക്കറ്റിന്റെ ആൾക്കാർ, ഫുട്ബോളിനോട് താല്പര്യമുള്ള ഓന്റെ ഏതൊക്കെ ആഫ്രിക്കയിലൊക്കെ ഉള്ള ചെങ്ങായിന്റെ ഒക്കെ കുടുംബ പരമ്പര അറിയാം. ഓരോരുത്തരെ ബുദ്ധിയെടുത്തിട്ട് വരെ അറിയാം. ഓന്റെ വാപ്പ മുമ്പത്തേക്ക് അതറിയാം. എന്തിനു പോലെ അതൊക്കെ മനുഷ്യന്റെ കഥ. ആളുകൾ പൂച്ചനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ അതിന്റെ വാല് കേട്ടാൽ അർത്ഥപ്പെടും. പൂച്ചപ്പിരാന്തിനാണ് സമുദായം. പൂച്ചപ്പിരാന്തി, പൂച്ച, നായ, അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കുകൂട്ടങ്ങൾ, അതിന്റെ പിന്നാലുള്ള മനുഷ്യൻ എന്ത് അവസ്ഥ എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരു സമയം പോലും എന്റെ പിന്നാലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊന്ന് പഠിക്കുക. പഠിക്കുമ്പോഴാണ് സാറിന് ഇഷ്ടം കൂടുക. ഒരാളെ കുറിച്ച് അറിയുമ്പോഴാണ് ഇഷ്ടം കൂടുക. ഞാനൊരു സ്ഥലത്ത് പോയവരോട് ഈ പൂച്ചക്കത്തെ വരേണ്ട ചോദിച്ചു, ഞാൻ അറിയില്ല, എന്നോട് 50,000 കൊടുക്കണേ പൂച്ചക്ക്. എന്നിട്ട് അതിന്റെ പ്രമായിലൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കണ 50,000 പൂച്ച നോക്കണല്ല, അങ്ങനെ ഒരു പൂച്ചയും. നിങ്ങൾ ആരെങ്കിലും പഠിക്കുമ്പോ അതിനോട് അവസ്ഥകൾ വേർതിരിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിനെ പഠിച്ചവരാരെങ്കിൽ ആരാണ് എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പഠിക്കണമെങ്കിൽ എന്റെ നബി ആരായിരുന്നു? മാർക്കറ്റുകളിൽ ബുക്കുകൾ വാങ്ങാൻ കിട്ടുന്നല്ലോ. ഒന്ന് വായിക്കും നിങ്ങൾ ഈ നബിയെ കുറിച്ച്, നിങ്ങളൊന്ന് പഠിക്കും. എങ്കിൽ ആരെങ്കിലും പോയി ഇരിക്കിന്റെ നബികളെ പറ്റി പറഞ്ഞിരിക്കുന്നെങ്കിലൊക്കെ എന്റെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു തരും. കൂടി നബിതങ്ങളെ പറയാൻ വേണ്ടി കൂടി പറയുമ്പോ ഒരുപാട് അവസ്ഥകൾ കണ്ണ് നിറയുമാർ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതങ്ങൾ മുന്നോട്ട് വരും. എന്നിട്ട് നബിതങ്ങളെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാര്യം പറയും എന്ന് ആരോടൊക്കെ ചോദിച്ചു നോക്കി. പറയുന്ന ആൾ കണ്ടിട്ടേക്കും അത് പറയാം, കേൾക്കുന്നവർ കണ്ടിട്ടേക്കും കേൾക്കുക. കാരണം അത്രത്തോളം ആ ഹബീബ് അയാളുടെ ഹൃദയത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ നബിതങ്ങളുടെ ശാസ്ത്രങ്ങളെ കുറിച്ച് പഠിക്കാറില്ല. നമ്മൾ ബാക്കിയുള്ള എല്ലാത്തിനെ കുറിച്ച് പഠിക്കും. ഇത് ഞാൻ വെറുതെ പറഞ്ഞതിന് ജുമാ ചുരുക്കല്ല. വല്ലാഹി ആര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കണോ
അവൻ ആ നബിയിലേക്ക് ഒട്ടിച്ചേരും. ആ നബിയുടെ സുന്നത്ത് അയാൾക്ക് മഹബത്താവും. ആ നബിയെ കാണാൻ കൊതിയുണ്ടാവും. കാരണം ലോകത്ത് ഇങ്ങനത്തെ ഒരു മനുഷ്യനില്ല, തുല്യതയില്ലാത്ത മനുഷ്യത്വം. അള്ളാഹു എത്ര നല്ല തർത്തീബിലാണ് അവന്റെ റസൂലിനെ കൊണ്ടുവന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തർത്തീബിൽ കൊണ്ടുവന്നു. കരുണാണെങ്കിൽ കരുണ എല്ലാ അവസ്ഥയിലും. ഒരു സ്ഥലത്തും അത് ശരിയായല്ലോ എന്ന് പറയാൻ ഒരു സ്ഥലമില്ല. അവിടെ ചെയ്ത് ശരിയായില്ല. നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ്. സൈക്കോളജിയാണ് സൈക്കോളജി. തങ്ങളുടെ സൈക്കോളജി പരമായ ഇടപെടലാണെന്ന് ആധുനിക സൈക്കോളജിസ്റ്റുകൾ പൊക്കിയെടുത്തത്. നബിതങ്ങളുടെ പേരൊന്നും ഉണ്ടാവില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചങ്ങേന്റെ പേര് ജോർജ് മറ്റൊന്നൊക്കെ പറഞ്ഞ പണിയിൽ ഒക്കെ നബിതന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കോപ്പിയാണ്. കാരണം തങ്ങൾ അത്ര നല്ല നിലയിൽ പെരുമാറി. ഗൗരവത്തിൽ നിൽക്കേണ്ടടുത്ത് ഗൗരവമുണ്ട്. ഒരു പാവപ്പെട്ട ആരടിച്ചാലും കൊള്ളുന്നൊരു നബി നല്ലത്. പറയേണ്ടടുത്ത് പറയും, നിൽക്കേണ്ടടുത്ത് നിൽക്കും. നബിതങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്ത് ഒരു സംഭവം ഉണ്ടായി. നബിതങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ആ സംഭവം ഉണ്ടായപ്പോൾ തങ്ങള് കുറച്ച് ഗൗരവത്തിൽ പറയുന്ന സ്ഥലമായതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, അന നബിയുൻ ലാ കദിബ്, ഞാൻ നബിയാണ്, ഞാൻ കള്ളനല്ല. അന നബിയുൻ ലാ കദിബ്, ഞാൻ നബിയാണ്, ഞാൻ കളവ് പറയല്ല, ഞാൻ കള്ളനല്ല. അന നബിയുൻ ലാ കദിബ്, അത് കളവല്ല. അന ബിൻ അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്. എന്നുവെച്ചാൽ അത് പറയേണ്ട സ്ഥലയുന്നത്. നബിതങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന നബിയുൻ ലാ കദിബ്, അന ബിൻ അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാ. എന്ന് വെച്ചാൽ അബ്ദുൽ മുത്തലിബ് വാപ്പനെ വല്ലാതെ ആർക്കും അറിയില്ല. അബ്ദുല്ല ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്. എന്ന് വെച്ചാൽ ഞാൻ പേരക്കുട്ടിയാന്ന് കൂടിയല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? എന്നുവെച്ചാൽ ഞങ്ങളോടുത്ത് കുറേശ്ശെ തന്നെയാണ്. അങ്ങനെ പറയുന്നോടുത്ത് അങ്ങനെ തന്നെ പറഞ്ഞ നബിയാണ്. എന്നാൽ വിനയമാണെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വിനയമുള്ള വേറൊരാളുണ്ടാവില്ല. ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് കടം ആവശ്യം വരുമ്പോ നിങ്ങൾ അവിടെ ഇവിടെ ആളാക്കേണ്ട, എന്റെ അടുത്ത് അയച്ചാൽ മതി എന്ന് പറഞ്ഞു ഒരു ജൂതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിക്കോട്ടെ കേട്ട് പറഞ്ഞതല്ലേ, തങ്ങൾക്ക് കട ആവശ്യം വന്നു. എന്തിനാ കടം? ആരോ ഒന്ന് സഹായം ചോദിച്ചപ്പോ കൊടുക്കാൻ വേണ്ടിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു അയച്ചു. കുറച്ച് ഈത്തപ്പഴം വാങ്ങിക്കൊണ്ടവൻ. അങ്ങനെ അദ്ദേഹം ഈത്തപ്പഴം വാങ്ങിക്കൊണ്ടുവന്നു. അപ്പൊ അതിനൊരു അവധി പറഞ്ഞിരുന്നു. ആ അവധി എത്തുന്നതിന് മുമ്പ് ആ ജൂതൻ നബിതങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് തങ്ങളോട് പറഞ്ഞു, എന്റെ ഈത്തപ്പഴം തരണം, ഞങ്ങൾക്ക് കടം തന്നതാണല്ലോ, അവധി അയച്ചില്ലല്ലോ എന്ന് നബിതങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തു നിന്ന് അറിയിച്ചപ്പോ അതൊന്നും അറിയണ്ട എന്ന് പറഞ്ഞ് നബിതങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആളുടെ ഇടയിലിട്ട് ഒരു മോശത്തരം വിഷളാക്കാനുള്ള ഒരു പരിപാടി എനിക്കത് തരണം. എന്നിട്ട് നബിതങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിലുണ്ടായിരുന്ന തങ്ങളുടെ ഒരു പുതപ്പ് അത് പിടിച്ചിട്ട് വലിച്ചു. അത് തങ്ങളുടെ കഴുത്തിൽ കുറുകി തങ്ങളുടെ കഴുത്ത് രക്തവർണ്ണമായി. ചോന്നാൾ വെളുത്താളാണ്. ചൂന്ന് തങ്ങൾക്ക് വല്ലാത്ത വേദന അനുഭവപ്പെട്ടു. സഹാബാക്കൾ ജൂതന്റെ നേരത്തെ തിരിഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, വേണ്ട, അയാൾ എനിക്ക് ഉപകാരം ചെയ്താൽ മതി. എനിക്ക് ഉപകാരം ചെയ്താൽ മതി. ഉപകാരം ചെയ്താൽ ഉപദ്രവിക്കാൻ പറ്റില്ല. നിയമം പഠിപ്പിക്കുക. എപ്പോ ഫാന്റെ കൊണ്ട് കുതിർന്ന് പഠിപ്പിക്കല്ല. ഉപകാരം ചെയ്താൽ എനിക്ക് കടന്ന ആളാണ്, അയാൾക്ക് ഉപകാരം ചെയ്താലാണ്, അയാൾ ഉപദ്രവിക്കാൻ പറ്റില്ല എന്നാണ്. നബിതങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ ആരോ തങ്ങൾക്ക് അധികം കൊടുത്ത് കുറച്ച് ഈത്തപ്പഴം പറഞ്ഞ ഈത്തപ്പഴ തോട്ടത്തിലുള്ളത്. നബിതങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമർ ഇയാളെ കൊണ്ടേക്കോ, എന്നിട്ട് അയാൾക്ക് കൊടുക്കാനുള്ള ഈത്തപ്പഴം ഇന്ന തോട്ടത്തിലുണ്ട്, അത് അളന്നിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പോണ സമയത്ത് ഉമർ ഒറ്റക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉമറെ, ഉദാഹരണത്തിന് 10 സാണ്, ഇത് ഉദാഹരണമാണ്, 10 സാണ് ഇയാളെ കടം വാങ്ങിയതെങ്കിൽ നബിതങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയാൾക്ക് ആദ്യം 10 സാ ഇയാളെ കടം വാങ്ങിയത് കൊടുക്കണം, പിന്നെ ഒരു 10 സാവ് കൂടി കൊടുക്കണം, നേരെ കൊടുക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം 10 എണ്ണ കൊടുക്കണം എന്നുള്ള അഭിപ്രായത്തിലുള്ളത്. കാരണം വലിയ അമ്മായി വലിയ വെച്ചത് ഇതൊക്കെ തല എടുക്കാൻ വേണ്ടി എന്നുള്ള കാഴ്ചപ്പാടുള്ള ആളോടായി പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു ചെത്തിനായിക്ക് വേറൊരു 10 പറഞ്ഞ അയാളെ ഉപദ്രവിച്ചതാണ്. അതിന്
ഉപദ്രവിച്ചതിന് 10 സാവ് കൂടി. തോട്ടത്തിലെത്തി അളന്നൊക്കെ കൊടുത്തു. ഇയാൾക്ക് 10 കൊണ്ട് അയാൾ പോകുമ്പോൾ പറയാം പോണയില്ല, ഒരു 10 കൂടിയിട്ട് അത് വാങ്ങാൻ യുദ്ധത്തിനല്ല, നിന്റെ നബിനെ ഈ വലിച്ചതിനുള്ളതാണ്. അപ്പൊ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്നക റസൂൽ. അദ്ദേഹം ജൂതൻ അതിനായിട്ട് വന്നതാണ്. ഇത് സത്യപ്രവാചകനാണോ എന്ന് പരീക്ഷിക്കാൻ. കാരണം തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്, ഉപദ്രവിച്ചവർക്കും ഉപകാരം ചെയ്യുന്ന ആൾ. അത് ഹക്കാണോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഇങ്ങനത്തെ ഒരു നബിനെ ലോകത്ത് കാണൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരോടും വിട്ടുവെച്ചു, എല്ലാവരോടും കരുണ, എല്ലാവരോടും കരുണ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ ഒരാളെ കൊണ്ടുവന്നു. ഒട്ടകം മോഷ്ടിക്കപ്പെട്ടതാണ്. അതിന്റെ പേര് കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു പറഞ്ഞു അത് നിന്റെ ഒട്ടകയ്ക്ക് മാറിപ്പോയതായിരിക്കും, അങ്ങനായിരിക്കും ഇങ്ങനായിരിക്കും. അദ്ദേഹം പറഞ്ഞു അല്ല, അത് ഒട്ടകം ഞാൻ ബോധപൂർവം എടുത്തതാണ് എന്നൊക്കെ പറഞ്ഞു. കളവ് അദ്ദേഹം തന്നെ സ്ഥിരപ്പെടുത്തരുത്. ആ ഗോത്രക്കാരുടെ അന്വേഷണം അവരങ്ങനെ ഒരു ഒട്ടകം പോയിട്ടുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ കൈ മുറിക്കാൻ വേണ്ടി തീരുമാനമാക്കി. കൈ മുറിച്ചിട്ട് അത് സാധാരണഗതിയിൽ എണ്ണയിൽ മുക്കുക, അവിടെ ബാക്കി ഇൻഫെക്ഷനൊന്നുമില്ലാക്കാൻ വേണ്ടി. കൈ മുറിക്കുമ്പോഴും മസ്ജിദിന്റെ ഉള്ളിൽ നിന്ന് ഒരു കരച്ചിലിന്റെ ശബ്ദം കേട്ടു. ആളുകൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാണ്. തങ്ങളുടെ കരച്ചിൽ കണ്ടിട്ട് എന്തിനാ നിങ്ങൾ കരയുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കാൻ എന്റെ ഉമ്മത്തിൽ ഒരാളെ കൈ മുറിക്കപ്പെട്ടു. സഹാബാക്കൾ ചോദിച്ചു അങ്ങ് മുറിക്കാൻ പറഞ്ഞിട്ടല്ല മുറിച്ചതിലേക്ക് മുറിക്കൂലായിരുന്നല്ലോ. എന്റെ തന്നെ സഹാസങ്ങൾ പറഞ്ഞു അല്ലാഹുവിന്റെ നിയമത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ എനിക്ക് അധികാരമില്ല. പക്ഷെ നിങ്ങൾ എന്തിനാണ് എന്റെ അടുക്കലേക്ക് അദ്ദേഹത്തിനെ എത്തിച്ചത്? നിങ്ങൾ എന്തിനാണ് എത്തിച്ചത്? നിയമം നടപ്പിലാക്കാനല്ല വഴി. എന്തിനാണ് നിങ്ങൾ എത്തിച്ചത്? ഉമ്മത്തിന്റെ കൈ കുറിച്ച് കൊടുക്കാൻ, ഉമ്മത്തിന് വേണ്ടി കൈരോട് കര, ഉമ്മത്തിന്റെ വേദന. ഒരാളും നരകത്തിൽ പോകരുത്. ഇത് നബിതങ്ങളുടെ ചിന്തയെ. ഒരാളും നരകത്തിൽ ആ വേദനയ്ക്കൊന്നും വിട്ടിട്ടില്ല. ഞാൻ തന്നെ നരകത്ത് പോയതൊന്നും ആലോചിക്കില്ല ഞാൻ. പിന്നെ ഞാൻ ഉമ്മത്തിനെ പറ്റി ആലോചിക്കും. എന്റെ സ്വന്തം, എന്റെ ഭാര്യ, എന്റെ മക്കൾ നരകത്ത് പോകരുത്, എന്റെ ഉമ്മ നരകത്ത് പോകരുത് എന്നുള്ള കൂടി വികൃതി നീക്കുന്നില്ല. പക്ഷെ നബിതങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിന്ത തീയാവുന്നാൾ വരെയുള്ള മനുഷ്യരാണ് നരകത്ത് പോയത്. ഉമ്മത്തിന് വേണ്ടി കരഞ്ഞു, ഉമ്മത്തിന് വേണ്ടി ജീവിച്ചു. ഞങ്ങളുടെ മുന്നിൽ എപ്പോഴും ഉമ്മത്തായി. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ എന്റെ വീട്ടിൽ ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീയുടെ കൂട്ടത്തിൽ 2 കുട്ടികളുണ്ട്. കരഞ്ഞ അവസ്ഥയിലാണ് ആ കുട്ടികൾ വരുന്നത്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവർക്ക് വിശക്കിട്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ ഓരോ കുട്ടികൾ കാര്യമൊന്നുമില്ല, ഒരു ഈത്തപ്പ എടുത്തു. എന്നിട്ട് ഒരു ഈത്തപ്പ അമ്മമാക്ക് കൊടുത്തു, ഒരു ഈത്തപ്പ കുട്ടി കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. ചില കുട്ടി വേഗം നിന്നു, മറ്റേ കുട്ടി വേഗം നിന്നു. ഉമ്മ ഈത്തപ്പ പിടിച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഈ കുട്ടികളെ തിന്നലും അവരുടെ വിശപ്പിന്റെ ശക്തിയും അവസ്ഥയൊക്കെ കണ്ടിട്ട് ഉമ്മ അങ്ങനെ നോക്കിയിട്ട് അവസാനം ഉമ്മ ഈത്തപ്പഴത്തിനെ ഉമ്മക്ക് കിട്ടിയതിൽ ഇങ്ങനെ കീറിട്ട് 2 മക്കൾക്ക് കൊടുത്തു. ആ ഉമ്മ പട്ടിണി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു വല്ലാത്തൊരവസ്ഥയാണല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വന്നപ്പോൾ സംഭവമൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആയിഷ ആ ഉമ്മന്റെ കരുണ കണ്ടില്ല നീ? ഇതിനേക്കാൾ 70 ഇരട്ടി കരുണയായിരിക്കും അള്ളാഹുവിന്റെ അടിമകളുള്ളത്. 70 ഇരട്ടി കരുണയാണ് അള്ളാഹു. അവിടെ ആ കാരുണ്യത്തിന് കരുണ നേടി അള്ളാഹു കാരുണ്യത്തിന്റെ ദൂതനായിട്ട് അയച്ചതാണ്. അവരുടെ ഉമ്മത്തിനോട് കരുണ, മനുഷ്യരോട് കരുണ. ആരും നഷ്ടപ്പെടരുത്, ആരും നരകത്തിലാവരുത്, ഒരാളും നരകത്തിലാവരുത്. തങ്ങളുടെ വേദന അതായിരുന്നു, തങ്ങളുടെ ചിന്ത അതായിരുന്നു. തങ്ങളുടെ ജീവിതം മൊത്തം ഒരു മനുഷ്യൻ പറഞ്ഞാൽ തീരൂല, എഴുതിയാൽ തീരൂല, ഓർമ്മിച്ചാൽ തീരാത്ത പ്രവാചകനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നമുക്ക് ആ നബിതങ്ങളുടെ ശാസ്ത്രം ഒന്നും അറിയില്ല. നമ്മൾ തങ്ങളുടെ ജീവിതത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഓരോ സംഭവങ്ങളും നബിതങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരുണയും തങ്ങളുടെ ചിന്തയായിരുന്നു. ഒരാൾ വന്നിട്ട് തങ്ങളോട് പറഞ്ഞു എനിക്ക് വിഭജിക്കണം എന്ന് പറഞ്ഞു. ഇസ്ലാമിക് ലിസ്റ്റാണ്, ഇസ്ലാമിലൊരു നിയമം അതെനിക്ക് താല്പര്യമില്ല, ഞാൻ അതുകൊണ്ട് എനിക്ക് വ്യഭിചരിക്കാൻ അനുവാദം തരികയാണെങ്കിൽ ഞാൻ മുസ്ലിം ആയിക്കോളാം. ഒരാൾ നമ്മളോട് പറയണം അങ്ങനെ വ്യഭിചരിക്കാൻ അനുവാദമാണ്, അല്ലെങ്കിൽ കള്ളുടിക്കാൻ അനുവാദം വേണം, എന്നാ ഞാൻ മുസ്ലിം ആയിക്കോളാം. നമ്മളെന്താ പറയാ?
നമ്മളെ ദീനത്തേക്കാൾ ഒറ്റ നടക്കുള്ളൂ. ഇവിടെ ഇസ്ലാമിൽ ആളെന്ന് അയാളില്ലാക്കി വിട്ടോ. ഇല്ലെങ്കിൽ തന്നെ പറയുന്ന ആൾക്കാർ വെറുതെ കണ്ട് വരുന്നത് വേണ്ട, ഇവിടെ തന്നെ വന്നവരോട് കുടുങ്ങിയെടുക്കാൻ. നമ്മളാൾക്കാർ അങ്ങനത്തെ ആൾക്കാരാണ്. ഒരാൾ ഇസ്ലാം സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഇവിടെ വെറുതെ വണ്ടി പറ്റി ഉണ്ടാക്കട്ടെ. ഒന്നാമത് തന്നെ ഇവിടെ ആകെ പ്രശ്നത്തിലാണ്. ഇങ്ങോട്ട് വരണ്ട, എന്താ വേണ്ട നിങ്ങൾ പറയും, എന്താ വേണ്ട ഒന്നും വേണ്ട. ഞാൻ വെറുതെ പറയില്ല, വെറുതെ പറയില്ല. അവിടെ അങ്ങനത്തെ മെസ്സാക്കാണ്. ഒരാളുണ്ടായിരുന്നു, അയാൾക്ക് 84 വയസ്സ്. 84 വയസ്സ്. 84 വയസ്സ്. അദ്ദേഹം ഗവൺമെന്റ് റിട്ടയർഡ് ആയതാണ്. അദ്ദേഹം എന്നോ മുസ്ലിമാണെങ്കിൽ കെലിമയ്ക്ക് തിരിഞ്ഞ് പറയുന്ന ആൾക്കാരോട് ആൾക്കാർക്ക് വേദനയില്ല. ഒരാൾ നരകത്തിൽ കൊടുക്കില്ല, വലിയ എന്തെങ്കില്ല. ഇപ്പോഴത്തെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ആരും പരിഗണിക്കില്ല. കുറെ കാലമായി അയാൾ ഗവൺമെന്റ് സർവീസിൽ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതുമായിട്ട് മക്കളൊന്നുമില്ല. അയാളുടെ ഭാര്യയുണ്ട്. അയാളുടെ ഭാര്യനോട് പറഞ്ഞു നമ്മൾ മുസ്ലിം ആകാം. ഭാര്യ പറഞ്ഞു നമ്മൾ വയസ്സായി, ഇനി വേറെ ഇതിലൊക്കെ ആയി, അതിന്റെ വണ്ടി വരി തീരുമാനമൊന്നും വേണ്ടെന്ന് ഭാര്യ. അയാൾ പിന്നെ ഇങ്ങനെ സ്വന്തം കൂടുന്നില്ല. സർവീസിലാണെങ്കിൽ കോട്ടയത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ ജില്ലയിൽ ഇങ്ങനെ ജീവിക്കാറില്ല. ആളുകളോടുള്ള ഇടപഴകലും ബാക്കിയൊക്കെ കണ്ടിട്ടായിരിക്കാം. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു. ഒരു 5-8 മാസം അല്ലെങ്കിൽ 10 മാസം മുമ്പ് ഭാര്യ മരിച്ചു. അയാൾ ഒറ്റക്കായി. അതിന്റെ സർവീസ് പെൻഷൻ കിട്ടി. അപ്പൊ ആരെങ്കിലും സ്ത്രീകൾ നേരെ തുണിപ്പായി കറക്കി കൊടുക്കും, അല്ലെങ്കിൽ ആളൊക്കെ അടിച്ചു കറി കൊടുക്കും, കോട്ടയത്തിൽ വാടകയും കൊടുത്ത് അയാൾ സ്വസ്ഥമായി ജീവിക്കും. ഞാൻ ഇടയിൽ കോവിഡ് വന്നു. കോവിഡ് വന്നു, പിന്നെ ആരും വരാതായി. അവിടെ ഒറ്റക്കായി. പിന്നെ മുദ്രിക്കാൻ പോകാതായി, കിടപ്പിലായി. അപ്പൊ ദീന്റെ ഫിക്കറുള്ള ഒരാൾ, ദീനിന്റെ ഫിക്കറുള്ള അള്ളാഹുവിന്റെ മാർഗത്തിൽ ജമാഅത്തുകളിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരാൾ, അയാളെ വീട്ടിലെടുത്താണ് ഈ കോട്ടയം. അപ്പൊ അയാൾക്ക് തോന്നി പക്ഷേ ഒരു മനുഷ്യൻ ഏത് ജാതിയായാലും ഒരു മനുഷ്യനാണല്ലോ അയാളെ നോക്കാൻ ആരുമില്ലല്ലോ. അദ്ദേഹം പോവും, അദ്ദേഹത്തിന് കത്തിയോ വെള്ളമൊക്കെ കൊണ്ടേ കൊടുക്കും, വർത്താനൊക്കെ പറയും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ വേദന, പ്രായമാണ്, ആരുമില്ല. ഇദ്ദേഹം മരിച്ച നേരെ നരകത്തിന്റെ വിറകൂലിയാവില്ല പഠിച്ചോനെന്നുള്ള വേദന ഇയാളുള്ളിലുണ്ട്. എങ്ങനെ ഇയാളോട് പറയും വയസ്സയാളല്ല. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ കെലിമന്റെ കാര്യമൊക്കെ പറഞ്ഞു. അയാൾ പറഞ്ഞു ഞാൻ ഏതോ കാലം മുസ്ലിം ആവാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കാം, പിന്നെ ആരും എന്ത് ചെയ്യില്ല. അവൻ അദ്ദേഹം പേടിച്ചിട്ട് അയാൾ പുള്ളിയെ പേടിച്ചില്ല. ഫോണിൽ പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് പറഞ്ഞോളൂ യോഗോചാരം. അപ്പൊ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു സംഗതി കെലിമ ഉണ്ടാക്കി ചൊല്ലി കൊടുക്കുക, ബാക്കിയുള്ളൊക്കെ പിന്നാക്കാം. കെലിമലി ഒക്ടോബർ 6 കെലിമലി. എത്ര മാസമായിട്ടാവും? ഇന്ന് എത്ര തീയതി? 4 ഒക്ടോബർ 6 കെലിമലി. കെലിമലെടുത്തോടുകൂടിയായാലും കെലിമല്ലുമായാലും പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഒക്ടോബർ 3 നവംബർ 3 അസറിന്റെ സമയത്ത് അദ്ദേഹത്തിന് അസ്വസ്ഥത വന്നപ്പോ ഈ കൂട്ടുകാരൻ വേറെ കൂട്ടുകാരനൊക്കെ പാടെ കൂടി അങ്ങനെ ഹിമ്മത്തിന് വേണ്ടി നിന്നപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി പോകുന്നു. അപ്പൊ എന്റെ കൂട്ടുകാരനോട് പറയാണ് ഞാനത് അണ്ടർലൈൻ വെച്ചു. എന്താണ് സംഭവിക്കുന്നത്? 8 കാലമായിട്ട് പോയി. എന്നുവെച്ചാൽ കെലിമയ്ക്ക് ശേഷം 1 മാസം കൂടി കിടന്ന തട്ടുന്ന എഴുതിയിട്ടില്ല. ആ കടുപ്പിലേക്ക് നവംബർ 3 മിനിഞ്ഞാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് വേദനയില്ല. മനുഷ്യരെങ്ങനെക്കോ മരിച്ചു പോവാൻ. കെലിമ ചൊല്ലിയവർ, കെലിമ ചൊല്ലാത്തവരുടെ നിൽക്കട്ടെ, കെലിമ ചൊല്ലിയവർ ഈമാനില്ലാത്ത അവസ്ഥയിൽ മരിച്ചുകൊണ്ട് കുഫറിന്റെ ഹാലത്തിൽ, റിദ്ദത്തിന്റെ ഹാലത്തിൽ, ഇർത്തിദാദിന്റെ ഹാലത്തിൽ എന്ന് വെച്ചാൽ അള്ളാനെ അറിയാത്ത അവസ്ഥയിൽ മരിച്ചുകൊണ്ടിരിക്കുക. നിസ്കാരമില്ല, ഒന്നുമില്ല, ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു തുടിപ്പും കൂടില്ല. കെലിമച്ചല്ലാത്തവരോട് നിൽക്കട്ടെ, ബാക്കിയുള്ളവരുണ്ടല്ലോ. വേദനയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേദന എന്തായിരുന്നു? തങ്ങൾക്ക് ഹിദ്മത്തിന് വേണ്ടി വരുന്ന ഒരു യഹൂദി കുട്ടിണ്ടായിരുന്നു. യഹൂദിയാണ്, കാണാതായി. നമ്മൾ ആലോചിക്കേണ്ടത് ആരാണ് കാണാതായത്? ലോകാനുഗ്രഹിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങൾക്ക് എന്തൊക്കെ പണിയുണ്ട്? തങ്ങൾക്ക് ഭാര്യമാരെന്നെ നമ്മളെക്കാൾ കൂടുതലുണ്ട്.
നമുക്ക് ഒരു വാരുണ്ടായി തന്നെ ഇവിടെ പ്രശ്നം തീരില്ല. പെൻസിൽമാർക്ക് 4 കുട്ടികളുണ്ടായാലേ പിന്നെ നമ്മളെ ഫുൾ ബിസി ജീവിതം അതിലുള്ളതാണ്. വിധങ്ങൾ സാധനങ്ങൾക്ക് ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, ഉമ്മത്തിന്റെ ഫുൾ ഉത്തരവാദിത്തമുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടില് തങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉദൂന് വെള്ളമോ തങ്ങൾക്ക് എന്തെങ്കിലും ഹിദ്മത്തിൽ ഒരു കുട്ടിനെ കാണാതായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ച ആ കുട്ടിനെ കാണില്ലല്ലോ. ഇതായിരുന്നു മനുഷ്യത്തെ പഠിപ്പിക്കുക. എനിക്കൊക്കെ പഠിപ്പിച്ചു തരാൻ. ഉപകാരം ചെയ്തവരോട് ഒരു നന്ദി ഉണ്ടാവണം, ഉപകാരം ചെയ്തവരോടുള്ള ഒരു ബന്ധം ഉണ്ടാവണം. അവനെ കാണില്ലല്ലോ. ആരോ പറഞ്ഞു സുഖമില്ലാതെ കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പോയി. ആരാ പോണത്? ഒരു മസ്ജിദുൽ ഹുദന്റെ ഖതീബോ അല്ലെങ്കിൽ ഒരു മസ്ജിദുൽ ഹറമിന്റെ ഖതീബോ അല്ല. ലോകാനുഗ്രഹിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീനാണ്, സയ്യിദുൽ ഖലൈൻ ആണ്, ജിന്നിന്റെയും മനുഷ്യന്റെയും നേതാവാണ്, സയ്യിദുൽ അംബിയാഇ വൽ ബശർ, മനുഷ്യരാശിയുടെയും നബിമാരുടെയും നേതാവാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജൂതന്റെ കുടിലിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. അവിടെ ചെന്ന് ആ കുട്ടി കിടക്കിട്ട് നബി തങ്ങൾ ആ കുട്ടിന്റെ അടുക്കൽ പോയി ഇരുന്നു. നമ്മുടെ വന്നല്ല, ജൂതനാണ്, പോട്ടെ, അങ്ങനല്ല. തങ്ങളടുത്ത് പോയിരുന്നു, സംസാരിച്ചു. ആ കുട്ടിനോട് പറഞ്ഞു, ഈ കെലിമ പറയുമോനെ. രോഗിയായി കിടക്കുന്ന കുട്ടിന്റെ മുഖത്ത് പിതാവായ യഹൂദിന്റെ മുഖത്തേക്ക് ആ കുട്ടി ഇങ്ങനെ നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കൂ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് കണ്ടപ്പോ ജൂതനായ പിതാവിന് മനസ്സിലായി ഇവനെന്തോ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ കുട്ടീനോട് പിതാവ് പറഞ്ഞു, മോനെ, നിനക്കിഷ്ടാണെങ്കിൽ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്കിഷ്ടാണെങ്കിൽ അബുൽ ഖാസിമിനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ അനുസരിച്ചോ എന്ന് പറഞ്ഞു. ആ കുട്ടി ഉടനെ കെലിമ ചൊല്ലി. കെലിമ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങിയപ്പോ തങ്ങളുടെ കണ്ണിന് സന്തോഷത്തിന്റെ കണ്ണുനീര് വരികയും തങ്ങൾ പറയുകയും ചെയ്തു, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. അല്ലാഹുവേ, ഈ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അല്ലാഹുവേ നിനക്കെന്നെ സഹോദരൻ. തങ്ങൾക്ക് സന്തോഷം, ഒരു കുട്ടിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അപ്പോൾ സാധാരണമാരെ ഇത് തങ്ങളുടെ ഫിക്റായിരുന്നു, തങ്ങളുടെ വേദനയായിരുന്നു. ഇതിൽ നിങ്ങളെ ഹൃദയത്തിനുള്ളിൽ കയറിയിട്ടില്ലെങ്കിൽ ഇൽക്കും വെക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ബന്ധുവില്ലല്ലോ, ഒരു ബന്ധുവില്ല. കാരണം തങ്ങളുടെ സുന്നത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് തങ്ങളുടെ ഫിക്റിന്റെ സുന്നത്താണ്. ഇതായിരുന്നു സഹാബാക്കൾ. കാരണം ആ സുന്നത്ത് എത്തിക്കഴിയലോടുകൂടി ബാക്കിയെല്ലാം ജീവിതത്തിലേക്ക് ഒപ്പിയെടുക്കൽ എളുപ്പവും ആ ഫിക്റുണ്ടാവണം, ആ വേദന ഉണ്ടാവണം. ഒരു മനുഷ്യനും നരകത്തിൽ പോകരുത്. സഹാബാക്കളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ജീവിതം ഫുള്ള് ഒപ്പിയെടുത്ത ആളാണ്. തങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാത്ത സമയം കണ്ടത് എല്ലാവരും പോയി തങ്ങളുടെ കൂട്ടത്തിൽ. ഹിജ്റയിലും ആരും കൂടണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂടണ്ട്. താരിഖിൽ ഉലമാക്കളിൽ നിന്ന് നേടിയില്ലാത്ത റസൂലിന്റെ നേടായിരുന്നു അബൂബക്കർ. കൂടണ്ടാവും. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത എന്തായിരുന്നു? ഇതെന്നായിരുന്നു ചിന്ത. ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തോടു കൂടി ആളുകൾ മുർത്തദ്ദാവാൻ തുടങ്ങി. സക്കാത്ത് തരുന്ന ആൾക്കാർ സക്കാത്ത് തരില്ല, നിസ്കാരമൊക്കെ പറഞ്ഞ ഞങ്ങൾ നോക്കാം, സക്കാത്ത് ഇനി തരൂല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇസ്ലാമിന്റെ പല നിർബന്ധ കടമകളെയും ഒഴിവാക്കൽ. ഒരു ഭാഗത്ത് മുസൈലിമത്തുൽ കദ്ദാബിന്റെ കടന്നുകയറ്റം, കള്ളപ്രവാചകത്വം, അതിലേക്ക് ആളുകൾ ഈ നബി പോയി അടുത്ത നബി എന്ന് പറഞ്ഞ അതിലേക്ക് പോയി. ഇങ്ങനെ കൂട്ട മുർത്തദ്ദും ഇർത്തിദാദ്, ആളുകൾ ഇങ്ങനെ മുർത്തദ്ദായിക്കൊണ്ടിരിക്കുമ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉറച്ചു നിന്നു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? ഞാൻ ജീവിച്ചിരിക്കെ ദീനിൽ കുറവുണ്ടാവേ അതെന്തായാലും ഉണ്ടാവില്ല. ഒന്നുകിൽ ദീനിന്റെ കുറവ് നികത്തപ്പെടും, അല്ലെങ്കിൽ അബൂബക്കർ അല്ലാഹുവിലേക്ക് യാത്രയാവും. ഞാൻ ജീവിച്ചിരിക്കെ ദീനിലെ കുറവ് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അത് ഈ ഫിക്റായിരുന്നു, ഈ ചിന്തയായിരുന്നു. അവിടുന്ന് കുറത്തിയെടുത്ത ചിന്ത അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളുടെ ഹൃദയങ്ങളിലേക്ക് ചെന്ന ചിന്ത അതായിരുന്നു. അലീമിയാൻ അബുൽ ഹസൻ അലി നദവി സാഹിബ് അദ്ദേഹത്തിന്റെ ഒരു കിതാബിൽ എഴുതുന്നുണ്ട്, സഹാബാക്കളുടെ മുദ്രാവാക്യം ഇതായിരുന്നു, ഞങ്ങൾ ജീവിച്ചിരിക്കെ ദീനിൽ കുറവുണ്ടാവുക സംഭവിക്കൂല. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തവും തങ്ങളുടെ ജീവിതവും തങ്ങളുടെ എല്ലാം ഈ ദീനിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്. തങ്ങളുടെ 2 മക്കളെ ഒരു ദിവസം തലാഖ് ചൊല്ലി വീട്ടിലാക്കി.
നിങ്ങൾ ആലോചിച്ച് ഈ കുട്ടികളുടെ വാപ്പാനൊക്കെ മനസ്സിലാവുന്നത് മക്കളെ തലാഖ് വീട്ടിലാക്കുക എന്ന് പറഞ്ഞാൽ എന്തെല്ലാം പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ചു, അനുഭവിച്ചു. പക്ഷെ അപ്പോഴൊക്കെ തങ്ങൾ കെടാതെ അണയാതെ കൊണ്ടു നടന്നത് ഈ വെളിച്ചമായിരുന്നു, ഹിദായത്തിന്റെ ഈ വെളിച്ചം. ഇതൊരു മനുഷ്യന് നഷ്ടപ്പെടരുത്, ഇതൊരാൾക്ക് കിട്ടാതെ പോകരുത്, തങ്ങളുടെ ഫിക്ർ, അതായത് തങ്ങളുടെ ചിന്ത. രാത്രികൾ തങ്ങളുടെ അധ്വാനം അതായിരുന്നു, പകലിൽ തങ്ങളുടെ അധ്വാനം അതായിരുന്നു. പകലിലും അധ്വാനതായിരുന്നു. ആളുകളെ ഫുള്ള് പോയി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ വാപ്പ മക്കത്താണല്ലോ, മക്കത്തെ ശക്തമായ വെയിൽ, പൊടിപടലങ്ങളൊക്കെ നിറഞ്ഞ് തങ്ങളുടെ ആ പ്രകാശിക്കുന്ന മുഖത്തിൽ കരിവാളിപ്പിട്ടെ എന്ന് വെച്ചാൽ പൊടിപടലങ്ങളൊക്കെ നിറഞ്ഞിട്ട് തങ്ങൾ ഉച്ച സമയത്ത് വീട്ടിൽ വന്നപ്പം തങ്ങളുടെ ഒരു മോളിങ്ങനെ തങ്ങൾക്ക് വെള്ളം കൊണ്ടേ കൊടുത്തു. തങ്ങൾ ആ വെള്ളം കൊണ്ട് മുഖം കഴുകി. അപ്പൊ മോള് കരഞ്ഞോണ്ടിരിക്കുക. ഉപ്പാക്ക് വന്ന ഈ അവസ്ഥ കണ്ടിട്ട് കാര്യം എന്തിനാ ഉപ്പാങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മായിക്ക് മോളെന്തിനാ ഈ കരയുന്നത് ചോദിച്ചു. അപ്പൊ മോള് പറഞ്ഞു, ഈ അവസ്ഥ കണ്ടിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോളെ നീ കരയണ്ട, നിന്റെ വാപ്പന അല്ലാഹു ഒരു ദീനുമായിട്ടാണ് അയച്ചത്. ആ ദീനുണ്ടല്ലോ മോളെ, എല്ലാ കുടിലിലും എല്ലാ കുടിലും ഹർക്കച്ച പക്ക മക്കാൻ മേ ഇസ്ലാം ദാഖിൽ ഹോ ജായേഗ ഇല്ലാ അദ്ഖലഹു അല്ലാഹു ഇസ്സൻ ഔ ദുല്ല. ഒന്നുകിൽ ഇസ്സത്തോടു കൂടി ദീനവരെ ഏറ്റെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നിത്യതയോട് കൂടി ദീനവരെ ഏറ്റെടുക്കേണ്ടി വരും. ആ ദീനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ലാ റാഹത ബഅദൽ യൗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് താരീഖിൽ സഹാബാക്കൾ പറയുന്ന വാക്കുകൾ എഴുതിയിട്ടുണ്ട്. കാന മുതവാസിലൽ അഹ്സാൻ ദായിമൽ ഫിക്ര, തങ്ങള് ദുഃഖിതനായിട്ട് തങ്ങളെ കാണുമായിരുന്നു, എപ്പോഴും ചിന്താകുലനായിരുന്നു. എന്തായിരുന്നു തങ്ങളുടെ ചിന്ത? ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ചോ അല്ലെങ്കിൽ തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചോ ആയിരുന്നില്ല ഈ ഉമ്മത്ത് എങ്ങനെ നരകത്തിന്റെ തീയിൽ രക്ഷപ്പെടും എന്നുള്ളത്. എല്ലാ സ്ഥലത്തും ആളും കൂടുന്നോടത്ത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തങ്ങൾ ഒരു സ്ഥലവും വിട്ടില്ല, ഒരു പ്രദേശവും വിട്ടില്ല. എല്ലാ ആളുകളോടും പറഞ്ഞുകൊണ്ടിരിക്കും. പ്രയാസങ്ങൾ, മുള്ളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ചത് ഹയാത്ത് സഹാബയിൽ എഴുതുന്നുണ്ട്. താരീഖിന്റെ കിതാബിൽ ഉലമാക്കൾ എഴുതി വെച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വമിൻഹും മൻ ശതമഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചീത്ത പറഞ്ഞ ആൾക്കാരുണ്ട്. വമിൻഹും മൻ ദറബഹു, തങ്ങളെ അടിച്ചവരുണ്ട്. വമിൻഹും മൻ ഹസാ അലൈഹി തുറാബ് വമിൻഹും മൻ തഫല അലാ വജ്ഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണ് വാരിച്ച ആൾക്കാർ. വമിൻഹും മൻ തഫല അലാ വജ്ഹിഹി, തങ്ങളുടെ മുഖത്ത് തുപ്പിയവരുണ്ടായിരുന്നു. മുഖത്തേക്ക് തുപ്പുക. ഒരു സഹാബി പറയുന്നത്, ഞാൻ മുസ്ലിം ആവുന്നതിന് മുമ്പ് ഞാൻ നോക്കുമ്പോ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഞാൻ എന്താ ആൾക്കൂട്ടം കണ്ടപ്പോ അവിടെ പോയി നോക്കിയതാണ്. അപ്പൊ ഒരാള് വെളുത്ത് സുമുഖനായ ഒരാള് എന്തോ പറയുന്ന ആൾക്കാരോട്, ആളുകൾ അതിനകത്ത് ബഹളം ഉണ്ടാക്കണ്ടേ. കൂട്ടത്തിൽ ഒരാൾ ആ വെളുത്ത് പ്രകാശിക്കുന്ന ചന്ദ്രനെ പോലുള്ള മുഖത്തേക്ക് തുപ്പുന്നത് ഞാൻ കണ്ടു. അപ്പൊ ആ മാന്യനായ വ്യക്തി അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ആ തുപ്പലിനെ വലിച്ചിറക്കുന്നത് ഞാൻ കണ്ടു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. കുടുംബത്തിന് നോക്കാൻ തുപ്പുണ്ടതല്ല, അറബിന്റെ തുപ്പോ ആട്ടുകൊണ്ടത് ഒരുപാടുണ്ടാവുന്നില്ല. എന്തിനാണ്? മക്കളെ എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസം നൽകാൻ, അല്ലെങ്കിൽ വീടൊന്ന് ഉഷാറാക്കാൻ, അല്ലെങ്കിൽ മക്കളെ ഒരു നല്ല കുടുംബത്തിന് കെട്ടിച്ചയക്കാൻ വേണ്ടിയിട്ട് അറബിന്റെ തുപ്പ് കൊണ്ടവരുണ്ടാവാം. പക്ഷേ അതല്ല, ഇത് മനുഷ്യരാശി നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താനുള്ള തങ്ങളുടെ പരിശ്രമവും അധ്വാനവുമായി. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ ഈ പുന്നാര നബിയെ കുറിച്ചൊന്ന് പഠിക്കും. അല്ലാഹ് എത്ര സ്നേഹിക്കുന്നു, അല്ലാഹ് എത്ര ഇഷ്ടപ്പെടുന്നു. ഇങ്ങനത്തെ ഒരു നബി വേറെ ആർക്കാണ് കിട്ടിയത്? ഈ ഉമ്മത്ത് എത്ര ഭാഗ്യവാന്മാരാണ്. ആ ഒരു നബിയുടെ അനുയായികളായില്ലേ നാളെ മഹ്ശറയിൽ ഈ നബി കൂടെ ഉണ്ടാവും. ഉമ്മത്തി ഉമ്മത്തി സല്ലിം ഉമ്മത്തി സല്ലിം ഉമ്മത്തി, എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് നാളെ മഹ്ശറയിലും ഈ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടാവും. മറ്റു നബിമാർക്കൊന്നും വെള്ളം കൊടുക്കാനുള്ള അനുവാദമില്ല. പക്ഷെ ഈ നബിക്ക് ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയെ തങ്ങൾക്ക് കൗസറിനെ നാം നൽകിയിട്ടുണ്ട്. മുഫസ്സിറുകൾ ചിലർ എഴുതുന്ന ഹൗദുൽ കൗസറാണെന്ന്.
നബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദാഹിച്ച് വലഞ്ഞ് പരവശരായി വരുന്ന ആളുകൾക്ക് തങ്ങളുടെ മുബാറക്കായ കൈകൊണ്ട് ഹൗദുൽ കൗസർ കൊടുക്കും. ആ വെള്ളത്തിന്റെ പ്രത്യേകത, ആരെങ്കിലും ആ വെള്ളത്തിൽ നിന്ന് കുടിച്ചാൽ അവർക്ക് പിന്നെ ഒരിക്കലും ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല, ഒരിക്കലും ദാഹം ഉണ്ടാവില്ല. ദാഹം തീരും. അങ്ങനത്തെ വെള്ളം അതിന്റെ കിണറിനെ ഏൽപ്പിച്ചത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തേക്ക് പക്ഷെ ദുഃഖകരം, സങ്കടകരം, നബിയെ മനസ്സിലാക്കാതെ ഞാനും ആളാണെന്ന് പറഞ്ഞ് ജീവിച്ചവർ നബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ കേൾക്കണേ. നബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മശ്ശരയിൽ ആൾക്കാർ ദാഹിച്ച് പരവശരായി വരും. അന്ന് ഞാൻ അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വെള്ളവുമായി അവരിലേക്ക് ഞാൻ അടുക്കുമ്പോൾ എന്റെ അടുക്കൽ മലക്കുകൾ വന്ന് മറയിടും. ഞാൻ പറയും എന്റെ ഉമ്മത്തികളാണ് അവർക്ക് വെള്ളം കൊടുക്കട്ടെ. അപ്പം മലക്കുകൾ എന്നോട് പറയപ്പെടും, അവർ തങ്ങളുടെ ഉമ്മത്തികളാണെങ്കിലും തങ്ങൾക്ക് ശേഷം തങ്ങളുടെ ദീനിൽ കടത്തിക്കൂട്ടിയവരാണ് അവർ. തങ്ങളുടെ ദീനിന്റെ അഡ്രസ്സിൽ പഴയ കോലത്തിലും ജീവിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം കരുണയുടെ കടലായ ഉമ്മത്തികളെ ഏറ്റവും സ്നേഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, സുഹ്തൻ സുഹ്ത, സുഹ്തൻ സുഹ്ത, നിങ്ങൾ മാറിപ്പോകണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അല്ലാഹു നമ്മളെല്ലാവരും കാക്കുമാറാവട്ടെ. പിന്നെ ആ മനുഷ്യന് വേറെ രക്ഷയുള്ളത്, പിന്നെ രക്ഷയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ജീവിക്കുമെങ്കിലും ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ജീവിക്കാൻ ശ്രമിക്കും. തങ്ങളെപ്പോലെ എന്നെ കണ്ടാൽ ഒരു മുഹമ്മദിയാണെന്ന് തോന്നട്ടെ, ഇതൊരു നിബിധങ്ങളെ ഹുക്ക് വെക്കുന്ന ആളാണെന്ന് തോന്നട്ടെ. അതിനെന്ത് ത്യാഗം നയിക്കേണ്ടി വന്നാലും ഞാൻ അതിന് തയ്യാറാണ്. കാരണം മശ്ശരയിലെ ആട്ടയിൽ എനിക്ക് രക്ഷപ്പെടാൻ പിന്നെ വഴിയുണ്ടാവില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചര്യകൾ അത് ജീവിതത്തിൽ കൊണ്ടുവരും. ആരും പരിഹരിച്ചാൽ പ്രശ്നക്കണ്ട, താടി വെക്കണമെന്ന് ഉള്ളിൽ കൊതിയുള്ള ആൾക്കാർ, നമ്മളെ സമയം കഴിഞ്ഞു പോയി എന്ന് പറയുന്ന ആൾക്കാരുടെ എന്താ സമയം കഴിഞ്ഞത്? ഇനി വെച്ചാൽ വെളുത്തതാണ് വരിക. ആൾക്കാർ വയസ്സാണെന്ന് പറയും, സ്ത്രീകൾക്ക് തീരെ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം കേട്ടോളി, ഏത് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയെ, തങ്ങളുടെ സുന്നത്തിനെ വടിച്ചു കളയുന്നത്, നിങ്ങൾ ആലോചിച്ചോളി. സുഹ്തൻ സുഹ്ത എന്ന് പറഞ്ഞാൽ നബി ആട്ടുമ്പോ ആരും കൂടെ ഉണ്ടാവില്ലട്ടോ. അതുകൊണ്ട് എനിക്ക് ഇസ്സത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്ലാമിയത്തിലായി നിരച്ചവനെ ശിക്ഷിക്കൽ അല്ലാഹുവിന് ലജ്ജയാണ്. ഇസ്ലാമിയത്തിലായി നിരച്ചു കൊടുക്കല്ലേ, നേരെ അവന്റെ പാപങ്ങളുടെ മാപ്പിന് കാരണമാണ്, നേരെ ഖിയാമത്ത് പ്രകാശമാണ്. അതുകൊണ്ട് നിബന്ധന ശാസ്ത്രത്തിന്റെ ഭാര്യക്കുശന്റെ വാർത്താൽ എന്റെ നിബന്ധന രസിച്ചാണ്. നിബന്ധന ശാസ്ത്രങ്ങൾ വിട്ടിട്ടുള്ള വേറെ പരിപാടിയില്ല. കാരണം ആ നിബന്ധന ശാസ്ത്രങ്ങളെ സ്നേഹിക്കൽ വഴിയായിട്ടാണ് എവിടെ എത്താം? അല്ലാഹുവിലേക്ക് ചെന്നെത്തിച്ചേരാൻ സാധിക്കും. അവളുടെ കൂട്ടുകാർക്ക് ഇഷ്ടമില്ല, നാട്ടുകാർക്ക് ഇഷ്ടമില്ല, മറ്റവർക്ക് ഇഷ്ടമില്ല, ഇവർക്ക് ഇഷ്ടമില്ല. എന്റെ തെറ്റില്ല, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയായി. ഞങ്ങളോട് ഒരു പ്രാവശ്യം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഒരു കൂട്ടുകാരൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇസ്ലാമിലേക്ക് വന്നു, സ്വയം പ്രകാരം ഇസ്ലാമിലേക്ക് വന്നു. അവൻ പഠിച്ചായല്ല. എന്റെ വീട്ടിലറിയിച്ചില്ല, വീട്ടിൽ സാഹചര്യമില്ല. കുറെ കാലം കഴിഞ്ഞു, പിന്നെ വലിയ കോഴ്സൊക്കെ ചെയ്തു. ഓനെന്റെ സ്വന്തം തെരഞ്ഞു ട്യൂഷനൊക്കെ എടുത്തു, ഓനെന്റെ കോഴ്സ് പൂർത്തിയാക്കി. പിന്നെ ഓനെന്റെ കല്യാണം കഴിച്ചു. വീട്ടുകാർക്ക് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പോലും അറിഞ്ഞത്. കുട്ടിയായി, പിന്നെ എല്ലാവരും ഇതായി. പിന്നെ അവരുടെ വീട്ടിലൊക്കെ പോയിട്ടിരുന്നു. അവൻ അന്ന് വീട്ടിൽ പോകുമ്പോൾ സുബീസ്കരിക്കാൻ 5 കിലോമീറ്റർ ബൈക്ക് എടുത്തിട്ട് പോരാണ്. എന്തിന്? കാരണം ഓട്ട നാട്ടിൽ നിസ്കരിച്ചാൻ പറ്റില്ല. 5 കിലോമീറ്റർ 6 കിലോമീറ്റർ സുബീസ്കരിച്ചാൽ പോവാ. നമ്മൾ തൊട്ടടുത്ത് പള്ളിയിലേക്ക്, കാരണം നമ്മള് മറ്റേ കാടുണ്ട്, ഏ കാട്, ജമ്മന മുസ്ലിം, ജമ്മി മുസ്ലിം, എല്ലാ കാടും ഉണ്ട് നമ്മള്. നോക്കൂ, ഒന്നത്ര ദൂരെ പോയത്. നോമ്പൊക്കെ നോൽക്കാൻ അവൻ അനുഭവിച്ച കഷ്ടപ്പാട് പറയണം. അമ്മ നാസൊക്കെ കൊണ്ടുവരും. അപ്പൊ നോമ്പൊക്കെയായാലും എന്തെങ്കിലും ഐഡന്റിറ്റി മുങ്ങലാന്ന് പറഞ്ഞു. നിസ്കാരൊക്കെ ചിലത് കുടുങ്ങിയ പോകാൻ പറ്റാതായ പഴയതിന്റെ നിസ്കരിച്ച രീതിയൊക്കെ കാലം കഴിഞ്ഞു. നല്ല അവസ്ഥയിലെത്തി. സ്വന്തമായിട്ട് കുട്ടികളും കാര്യങ്ങളും ഒരുപാടൊക്കെ ആയി. വീട്ടുകാരൊക്കെ അറിഞ്ഞു, അച്ഛനൊക്കെ വിരലൊടുങ്ങി. അങ്ങനത്തെ ഒരു അവസ്ഥ എത്തി. പക്ഷേ അമ്മ നല്ല സുഖമില്ലുണ്ട്.
അവനോട് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുമല്ലോ. അവന്റെ ചെറിയമ്മ തമിഴ്നാട്ടിൽ നിന്ന് വന്നപ്പോൾ ചെറിയമ്മ വിളിച്ചു, ഈ വാട എന്നെ കാണാൻ പോയിട്ട് ഈ വാദാണ് ഉള്ളു പതച്ചു, ഉമ്മീണ്ടല്ലോ രണ്ടാളി കാണാം. പക്ഷെ ചെറിയമ്മ ആദ്യം അഡ്ഡം ശരി പറഞ്ഞു, അവന്റെ ആ താടി വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്നു, അത് പഠിച്ചിട്ട് ഒന്നെ വിളിച്ചു, എന്താ ചെയ്ത് ഞാൻ എന്താ പറയാം, നിങ്ങൾ പറയും. ഞാൻ ചിലപ്പോ അമ്മനെ ഓരൊക്കെ കാണുന്നു, എന്നോട് ഊതി പറയാൻ പറ്റില്ല, ഊതി നിൽക്ക് അതുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ആലോചിച്ച് രണ്ടരക്ക നിസ്കരിച്ച് ദുആ ചെയ്യും, വഴി തുറക്കും എന്ന് പറഞ്ഞ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കുക, എന്ത് പറയാൻ പറ്റില്ലല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് ഓൻ വിളിച്ചു, അപ്പൊ ഞാൻ ഭയങ്കര ടെൻഷനിലായിരിക്കും, മറുപടി എന്താ പറയാ. അപ്പൊ തീരുമാനമായി, എന്ത് പോണ തീരുമാനമായി, എന്ത് താടി പഠിച്ചിട്ട് ചെറിയപ്പനെ അങ്ങനെ കണ്ടാൽ നാളെ നിബിധന സാഹസങ്ങളെ കാണാൻ കഴിയില്ലല്ലോ. നാളെ നിബിധന സാഹസങ്ങളെ കാണാൻ കഴിയില്ല. ജന്മനാ മുസ്ലിം സ്വന്തം നെഞ്ഞത്ത് കൈവച്ച് ആലോചിച്ചൂടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നാളെ കാണാൻ പറ്റുമോ? ഇന്ന് അള്ളാഹു ദീർഘശാസനം കൊടുക്കട്ടെ പൊടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് സാറിനൊക്കെ ഇപ്പൊ ഉള്ളിക്കിറങ്ങിയാൽ ആരും നമുക്ക് ബസ്സാവൂല. നമുക്ക് ഏറ്റവും വലിയ ബസ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തങ്ങളുടെ ദീനുമായിരിക്കും. ഇത് നമുക്ക് ആവില്ല. നമ്മളേതൊക്കെ ഓഫീസിൽ ജീവിക്കുക, ആരൊക്കെ ആണ് നമ്മുടെ റോൾ മോഡൽ, നമ്മൾ ആരൊക്കെ ആവാൻ വേണ്ടി മെനക്കെട്ട്. അവിടെ സാറിമാരെ സ്നേഹങ്ങളെ നബിതന്ന സലാസങ്ങളെ കുറിച്ച് പഠിക്കുക. ആദ്യത്തെ പണി അതെങ്കിലും ഒടുക്കി നല്ല ഉലമാക്കൾ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്, പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കണ്ട ബുക്കൊക്കെ വായിച്ചിട്ട് എവിടെയെങ്കിലും എത്തരുത്. നിരീശ്വരവാദികളും എല്ലാവരും എഴുതിട്ട് ദ പ്രോഫറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് എഴുതി. എന്നിട്ട് ഫ്രണ്ട് RC ജനങ്ങളെയും പഠിച്ചെടുക്കുമ്പോൾ ആഗ്രഹത്തിന് വായിച്ചതാണ് ദ പ്രോഫറ്റ് മുഹമ്മദ് തന്നെ വായിച്ചു. അപ്പം നിരീശ്വരവാദി എഴുതിയതാണ്, ഫുള്ള് ഉൾട്ടയിലാണ് എഴുതിയത്. അവനോട് പറഞ്ഞു, ഞാൻ 6 മാസം ഒരു ആലിമിന്റെ അടുക്കൽ പോയിട്ടാണ് എന്റെ പഴയ ചിന്തയിലേക്ക് എത്തിയത്. നബിതന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പറ്റില്ല. 6 മാസം കണ്ടിട്ട് ഞാൻ ആലോചിച്ചിട്ട് പോയിരുന്നു ഈ മനസ്സിനുള്ളിൽ നിന്നൊന്ന് മാറിക്കിട്ടാൻ. കാരണം അത്ര ബുദ്ധികൾ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ. അവിടെ ഏതെങ്കിലും ബുക്ക് വായിക്കണ്ടേ, സച്ചരിതരായ തഖ്വയുള്ള ഉലമാക്കളുടെ എഴുത്തുകൾ വായിക്കും, അത് വായിക്കും. എന്നിട്ട് നബിതന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിക്കും. പഠിക്കും തോറും ഇഷ്ടം കൂടും ആ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊന്നും ആ നബിനെ പറ്റി അറിയില്ല. നമ്മളേതോ പഴയ കാലത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങളല്ലാണ്ട് വേറെ പുരോഗതി നടക്കില്ല, പഠനം നടക്കില്ല. ഓരോ പോയിന്റിലും ജീവിതത്തിന്റെ ഒരു പേജ് വായിച്ചാൽ ആ പേജിൽ ഒരുപാട് ജീവിത ഗുണപാഠങ്ങൾ ഉണ്ടാവും. നമുക്ക് ജീവിത ഗുണപാഠങ്ങൾ ഉണ്ടാവും. നബിതന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അത്ര കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് നാളെ മഹ്ശറയിൽ നമുക്ക് കൂട്ടുണ്ടാവലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവും. അതുകൊണ്ട് ആ നബിനെ നമ്മൾ അടുത്തറിയണം, നബിനോട് നമുക്ക് മഹബത്ത് ഉണ്ടാവണം. ഖബറിൽ ചോദിക്കുന്ന ചോദ്യം, ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക, രണ്ടാമത്തേത് അതഅരിഫു ഹാദർ റജുൽ, ഈ മനുഷ്യനെ നിങ്ങൾക്ക് അറിയോ? ആരേക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ജീവിതത്തിൽ സുന്നത്തുകൾ ഒപ്പിയെടുത്തവർ, അതിൽ ലാക്ക് ചെയ്ത് അതിനെ ലക്ഷ്യം വെച്ച് ജീവിച്ചവർ ഒരു കാണുമ്പോൾ തന്നെ പറയും ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാത്തവർക്ക് പറയാൻ കഴിയില്ല സാർമാരെ, ഇത് ഇവിടുത്തെ പഠിച്ചിട്ട് ഉത്തരയുന്ന പരിപാടിയല്ല, ഇതിവിടെ പഠിച്ചിട്ട് ഉത്തരയുന്ന പരിപാടിയല്ല, ഇത് ജീവിതം കൊണ്ട് ഉത്തരയുന്നുള്ളതാണ്. അതായത് ഇയാളെ അറിയാൻ ചോദിക്കും, ഇക്കറിയില്ല ആരാണെന്ന്. കാരണം അവർക്ക് പരിചയമായിരുന്നു, ഓന്റെ റോൾ മോഡൽ വേറെ ആരുമായിരുന്നു. പേരുകൾ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഞാൻ മുസ്ലിം ആവാൻ വേണ്ടി ചെല്ലാനുള്ള വാക്കല്ലാതെ ജീവിതം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പോലെ ആക്കുക. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് നമ്മുടെ ഇഅ്തിഖാദാണ്, നമ്മുടെ വിശ്വാസമാണ്. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അത് നമ്മുടെ ബാഹ്യമായ ജീവിതമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്കാനഹി സത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹ് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല, അത് ഉള്ളിലാണ് ഉണ്ടാവുക. മുഹമ്മദ് റസൂലുള്ളാഹ് ചുബാനഹി സത്ത, മുഹമ്മദ് റസൂലുള്ളാഹ് ഒളിപ്പിക്കാനും കഴിയില്ല. കാരണം മുഹമ്മദ് റസൂലുള്ളാഹ് എവിടെയാണ്? പുറത്താണ്. ചില ആൾക്കാർ പറയില്ലേ ഫുള്ളുള്ളിലാണ്, പുറത്തേക്കാണോ എന്താണത്? ഫുള്ളുള്ളില്ലെങ്കിൽ അത് എവിടെ വരും?
അതുപോലെ ഉള്ളു പനിയുണ്ട്, എവിടെ വരും പനി? നമ്മളെന്നെ പറയും പുറത്ത് തൊട്ടൊക്കെ അവർ ഇവിടെ ഇല്ല, പക്ഷെ ഉള്ളിൽ ഉള്ളു പനി അവന്റെ കോലന്നെ മാറിയിട്ടുണ്ടാവും. യാഥാർത്ഥ്യത്തില്ലെങ്കിൽ മുഹമ്മദ് ഉറപ്പായിട്ടുണ്ടാവും. ഉള്ളിൽ ഉറപ്പായില്ലെങ്കിൽ മുഹമ്മദ് റസൂലിനൊക്കെ അതിന്റെ ബലഹീനത വരും. കാരണം ഞാൻ ഇപ്പൊ അങ്ങനെ ചെയ്ത ഓനെന്താ വിചാരിക്കാം, ഞാൻ അങ്ങനെ ചെയ്താൽ ഇവനെന്താ വിചാരിക്കാം, ഇങ്ങനെന്താ വിചാരിക്കാം. അങ്ങനെ ഓരോരുത്തരും വിചാരിക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ട് ഓൻ പിന്നെ സ്വന്തം ഏതെങ്കിലും വസ്ത്രത്തിലേക്ക് എത്തും. ഭൗതിക ജീവിതത്തിന്റെ രസങ്ങൾക്ക് വേണ്ടിയിട്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തിന് ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട്. നിർബന്ധിതരായി ചെയ്യുന്നവരുടെ വേറെ കാര്യം. ഒരു നിർബന്ധമില്ലാതെ സെയിൽസ്മാൻമാരോട് മുഴുവൻ താടിയെടുപ്പിക്കണ മാനേജർമാർ, അവർക്കത്ര തമ്മാടികൾ വേറാനുള്ളത്. ദുനിയാവിന്റെ ഇച്ചിലുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ സുന്നത്തിന്റെ മേൽ താടി വെക്കാൻ വേണ്ടി ബ്ലേഡ് കൊടുക്കണം. അവരൊക്കെ അവിടെ വരട്ടെ, അവിടുന്ന് കാണാം. അവരുടെ കമ്പനികളും മാനേജർമാരൊക്കെ ചിന്തിച്ചോടി, ആരുടെ ശരീരം താടിക്കെന്താ വിരോധം? ഈ തെറ്റിദ്ധരിക്കാണ്. എന്റെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ എന്റെ സെയിൽസ്മാൻമാരൊക്കെ താടി വെച്ച് കഴിഞ്ഞാൽ എന്റെ കച്ചവടം പറയും. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ധ്യയിലെങ്കിലും ഉടമസ്ഥനായ അമ്മാവ് അവനെ ബോധ്യപ്പെടുത്താതെ കൊള്ളൂല. അങ്ങനെ ഉണ്ടാക്കിയ ദുനിയാവെന്ന് അവർക്ക് ഉപകാരപ്പെടൂല. അതൊക്കെ തകർന്നടിഞ്ഞിട്ട് കാറൂനെ ചെയ്തത് അല്ലാഹു കാറൂനെ മാത്രം മുക്കിക്കളയല്ല ചെയ്തത്, കാറൂനെ മാത്രം നശിപ്പിക്കല്ല ചെയ്തത്. ഇന്ന കാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം ഫആതൈനാഹു മിനൽ കുനൂസ് മാ ഇന്ന മഫാതിഹഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ എന്ന് ഖുർആൻ പറഞ്ഞ അതിശക്തമായ ഒരു സംഘത്തിന് വഹിക്കാൻ മാത്രം താക്കോൽ കൂട്ടങ്ങൾ, ഖജനാവുകളല്ല, ഖജനാവിന്റെ താക്കോൽ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. അത്ര വലിയ കാറൂൻ അമ്മ ചെയ്തത് അവനെ നാം താഴ്ത്തിക്കളഞ്ഞു. അവന്റെ കോട്ട കൊത്തളങ്ങളെയും ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. കാറൂനെ മാത്രം താഴ്ത്തിയാൽ മതിയായിരുന്നു, പക്ഷെ കാറൂനെ മാത്രമല്ല അവന്റെ സമ്പത്തിനെ അന്ന് താഴ്ത്തിക്കളഞ്ഞത്. എന്തിനാണ്? ഇന്നമാ ഇതെന്റെ യോഗ്യത കൊണ്ട് ഞാൻ നേടിയെടുത്തതാണെന്ന് പറഞ്ഞു കാറൂൻ. അല്ല പറഞ്ഞ എന്റെ യോഗ്യത കൊണ്ട് നേടിയെടുത്താണ്. ഫോട്ടോ കണ്ടു തന്നു. ഇതേ ഗതി വരും. അതുകൊണ്ട് കമ്പനിന്റെ ഉടമസ്ഥന്മാർക്ക് സ്വന്തം കമ്പനിക്കാരനായി വന്നതല്ല, നിന്റെ പരീക്ഷിക്കാൻ വേണ്ടി ഉടമസ്ഥനായ അന്ന് തന്നതാണ് 10 പണിക്കാരൊക്കെ. സുന്നത്തനുസരിച്ച് ജീവിതത്തിനൊക്കെ പണിയില്ല, നിസ്കരിക്കാൻ പോണവർക്ക് പണിയില്ല. എന്തിനാ നിങ്ങൾ ഈ മുസ്ലിമായി ഭൂമിയിൽ ജീവിക്കണമെന്തിനാ? വെറും നിസ്കരിച്ചുകൊണ്ട് നടന്ന കാര്യം നടക്കുന്നുണ്ട്. ഞാനും മുസ്ലിമാന്ന് പറഞ്ഞ കുറെ നാമധാരികളുണ്ട്, കുറെ നാമധാരികളുണ്ട്. കൊറോണ വന്നു അല്ലെങ്കിൽ സാമ്പത്തിക ക്രൈസിസ് വന്നു പറയുന്നത് ഞങ്ങളുമായി കരഞ്ഞ് നിലവിളിച്ചൊന്നും കാര്യമില്ല. ഇങ്ങനത്തെ കെലിമയുടെ പേരിൽ നടക്കുന്ന കുറെ ആളുകൾ ഭൂമിന്റെ തൊലിപ്പുറത്തിട്ട് ഉടമസ്ഥനായ അല്ലാഹുവിന്റെ കരുണ കൊണ്ടാണ് ഈ ഭൂമി ഇങ്ങനെ നിൽക്കുന്നത്. ഇതൊക്കെ തകർത്തിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനോട് അങ്ങ് സമ്പത്തുണ്ടാവും. വിരോധമല്ലേ? അങ്ങ് നിസ്കരിക്കാൻ പോകുന്നവരോട് പുച്ഛല്ലേ? മുസ്ലിം പണിക്കാരനെ വെച്ച് അഞ്ചത്ത് നിസ്കാരത്തിന് പോകുകൊണ്ട് മറ്റേതെങ്കിലും മതക്കാരനെ വെച്ചാൽ ആ ബുദ്ധിയിൽ ചിന്തിക്കുന്ന കുറെ ബുദ്ധിയില്ലാത്തവന്മാരുണ്ട്. അതുകൊണ്ട് നല്ലപോലെ ആലോചിച്ചോളി. ഭൂമിയിൽ സമ്പാദിക്കാൻ വേണ്ടി വന്നതല്ല, ഭൂമിയിൽ സമ്പാദിക്കാൻ വേണ്ടി വന്നതല്ല. അത് അന്ന് തന്നോളും, അത് തരും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മനസ്സിനെ വേദനിപ്പിച്ചിട്ട് ആരോടൊന്നും ഉണ്ടാക്കാൻ പോകില്ല. വേദനിപ്പിച്ചവരാരെയും അല്ലാഹു വിട്ടുപോയില്ല. ഇതന്നെ തർത്തീബാണ്. ഉബയ്യ് ഇബ്നു ഖലഫിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഒരു യുദ്ധത്തിൽ ഞങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയും ഞങ്ങളെ വധിക്കുമെന്ന്, ഈ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുതിരയെ വളർത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെല്ലുവിളിച്ച് നടന്ന ഉബയ്യ് ഇബ്നു ഖലഫിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഒരിക്കൽ ഉഹദിന്റെ ദിവസം മറ്റാണ് ഒരു കുത്തം കൊണ്ട് വെറുതെ കുത്തിയിട്ട് ചെറിയൊരു മോറലേറ്റിട്ടേ ഉള്ളൂ. ഞാൻ തങ്ങളെ വധിക്കും, ഞാൻ മുഹമ്മദിനെ വധിക്കും എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തങ്ങൾ പറഞ്ഞു, അവനെ നിന്നെ ഞാൻ വധിക്കുന്നു പറഞ്ഞു. ഒരു ഇതിൽ തങ്ങളെ വധിക്കാൻ വേണ്ടി ആഞ്ഞെടുത്ത് വന്നപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന സഹാബിയുടെ കയ്യിൽ നിന്ന് ഒരു കുത്തങ്ങനെ വാങ്ങിയിട്ട് തങ്ങൾ വെറുതെ ഇങ്ങനെ കുത്തി. കഴുത്തിന്റെ ഭാഗത്തിൽ ചെറിയ മോറലെ കൊണ്ടിട്ടുണ്ട്, അയാൾ ആഴ്ന്നു പോയിട്ടൊന്നുമില്ല. പക്ഷെ അവൻ താഴെ വീണു, കാള അലർന്ന പോലെ അലറി. അവനോട് ആളുകൾ, അവന്റെ ആൾക്കാർ പറഞ്ഞു, നിങ്ങളുടെ ഈ കരച്ചിൽ കാരണം നമ്മുടെ സൈന്യത്തിലുള്ള ബാക്കിയുള്ള ആളുകൾക്ക് ഭീരുത്വം വരുന്നുണ്ട്, അവിടെ നിങ്ങൾ കരയാതിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ആ ഉബയ്യ് ഇബ്നു ഖലഫ് പറഞ്ഞ വാക്കെന്താണെന്ന് അറിയാമെങ്കിൽ, ഞാൻ അന്ന് മുഹമ്മദ് എന്നെ വധിക്കുന്നു പറഞ്ഞപ്പോ അപ്പം തന്നെ തീരുമാനിച്ചതാണ്,
മുഹമ്മദിന്റെ കൈയോടുകൂടിയായിരിക്കും എന്റെ നാശം ഉണ്ടാകുക. ഞാൻ അനുഭവിക്കുന്ന വേദനകൾ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അതുകൊണ്ട് എന്റെ നാശമാണിത്, ഞാനിതിന്റെ മരണാണ്. ആ പക്ക കാഫിറിന് പോലും ഒരല്പം പോലും സംശയമില്ല ഞാനിതിൽ മരിക്കുന്നുള്ള കാര്യത്തിൽ. കാരണം മുഹമ്മദ് സാധനങ്ങളെ നാവുന്നു വന്നതാണ്. എന്നിട്ടെന്താ മുഅ്മിന് തരുക ബോധമില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ, തങ്ങളോടുള്ള അവഗണന, തങ്ങളുടെ സുന്നത്തിനോടുള്ള അവഗണന, അത് നമ്മുടെ ദുനിയാവാകും നന്നാക്കും നിങ്ങൾ വിചാരിക്കണ്ടോ? അത് നിങ്ങൾ കുട്ടികളുടെ സ്വർഗത്തിലാണ്. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ചോളി. ഒന്ന് സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടുവരും, രണ്ട് സുന്നത്തിനോട് മിനിമം അവഹേളിക്കാതെങ്കിലും ഇരിക്കുക, അതിനെ അവഗണിക്കാതിരിക്കുക, അതിനെ പരിഗണിക്കാതിരിക്കുക. എന്താ ഞങ്ങളാരും മുസ്ലിം അല്ലേ എന്നൊക്കെ ചോദിക്കും. ഈ മുസ്ലിമാണോ അല്ലേ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചെന്നാ അവരോട് പറയുന്നത്. ഞങ്ങൾക്ക് നിസ്കരിക്കണ്ടേ? ഒരാൾ നിസ്കരിക്കണം, സമയം ഞാൻ നിസ്കരിക്കാൻ പോട്ടെ എന്ന് ചോദിച്ചു ജോലിക്കാരെ. അപ്പൊ ഓണർ പറയണേ ഞങ്ങളൊക്കെ മുസ്ലിങ്ങൾ തന്നെ, ഞങ്ങളൊക്കെ നിസ്കരിച്ച പോലെ തന്നെയാണ്. കറക്റ്റിന്റെ കമ്പനിയിൽ ചെങ്ങായി പറഞ്ഞ് പള്ളി നിസ്കരിക്കേണ്ട പോകുമ്പോൾ നിസ്കരിച്ചോട്ടെ, എന്റെ കമ്പനിയോട് ആകെ ലാഭം ഒരാൾ നിസ്കരിക്കാനുള്ള തോന്നിയ അവസ്ഥയിൽ കൊടുത്തല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ മുസ്ലിം അല്ലേ, ഈ മുസ്ലിമാണ്. അവിടെ സാറുമാരെ സുന്നത്തിലേക്ക് മടങ്ങി, സുന്നത്തിലേക്ക് മടങ്ങി. നബിതന്ന ശാസ്ത്രങ്ങളെ കുറിച്ച് നിങ്ങളെ പഠന വിധേയമാക്കി പഠിക്കും. നിങ്ങൾ വെറുതെ പറയല്ല, നിങ്ങൾ തുടങ്ങണം, എന്തെങ്കിലും വായിച്ചു നോക്കി നബിതന്ന ശാസ്ത്രങ്ങളോടുള്ള മഹബത്ത് ഉള്ളിൽ കയറും. തങ്ങൾ ഇങ്ങനായിരുന്നു മനസ്സിലാവും. അതുകൊണ്ട് ഈ കാര്യം നല്ലപോലെ ശ്രദ്ധിക്കും, നല്ലപോലെ ശ്രദ്ധിക്കും. സുന്നത്തിനോട് ഒരിക്കലും അവഗണന കാണിക്കണം. നബിതന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫിക്ർ നമ്മുടെ ഉള്ളിൽ കയറ്റണം. ഒരു മനുഷ്യന് നരകത്ത് പോയത്, ഒരു മനുഷ്യൻ എന്റെ കച്ചവടം അതിനുള്ളതാണ്, എന്റെ കൃഷി അതിനുള്ളതാണ്, എന്റെ എല്ലാം അതിനുള്ളതാണ്. സഹാബകൾ അതല്ല ചെയ്തത്. അവരുടെ കൃഷിയും കച്ചവടം, ഒരു ഭയങ്കര കർഷകരായിട്ട് അൻസാരികൾ, മുഹാജിരികൾ അധികം കച്ചവടക്കാരായിരുന്നു. ഓരോ കച്ചവടം, ഓരോ കൃഷിയൊക്കെ ഒരു നോക്കിയത് അല്ലാഹുവിന്റെ ദീനിനായി, ദീനിന്റെ താല്പര്യത്തിനായി. തബൂക്ക് അതിന് വേണ്ടി വന്നതാണ്. തബൂക്ക് നബിതന്ന പ്രവർത്തനങ്ങളുടെ യുദ്ധങ്ങൾ അത് പഠിക്കും. തബൂക്ക് അതിനുള്ളതായിരുന്നു. ഈത്തപ്പഴം പഴുത്ത് പാകായിരിക്കാൻ അള്ളാഹ്ക്കറിയാലോ ഈ സമയത്ത് ഈത്തപ്പഴം പഴുത്ത് പാകായിരിക്കാൻ. ആ സമയത്ത് സഹാബാക്കളുടെ മദീന എന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കൊടുത്തു തബൂക്കിലേക്ക് പോകണം. തബൂക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? ഏകദേശം 300ഓളം കിലോമീറ്റർ ഉണ്ട്. ഓർമ്മയില്ല, അല്ലെങ്കിൽ 700 കിലോമീറ്റർ. ഇത്രയുള്ള വഴി ആൾക്കാറിനുണ്ട്. തബൂക്ക് അത്ര ദൂരം സ്ഥലം, ഇന്നും ദുർഘടമായ വഴിയാണ്. ഞാൻ കുറച്ച് കാലത്ത് പോയിരുന്നു. ഇപ്പോഴും കണ്ടാൽ ഇങ്ങനെ ഓരോ കല്ലുകളും മലകളും കണ്ട പേടി തോന്നും. അങ്ങനത്തെ ദുർഘടമായ വഴി, അന്നത്തെ വഴി എന്തായിരിക്കും? അന്ന് തബൂക്കിലേക്ക് പോകാൻ സഹാബാക്കളോട് ഈത്തപ്പഴം പഴുത്ത് നിൽക്കാൻ അത് നിലത്തേക്ക് കൂടെ ഒന്നിനും പറ്റൂല, പിന്നെ ഒന്നിനും പറ്റൂല. പക്ഷെ സഹാബാക്കളെ പോയി അള്ളാഹ് വേണ്ടി, അള്ളാഹു അതെന്നെ ആവശ്യം വരെ എനിക്ക് വേണ്ടി വിടൂലെന്നായിരുന്നു. അല്ലാണ്ട് താവറ ഈത്തപ്പഴം കൊണ്ടൊന്നും അള്ളാഹ് ഒരു കാര്യമില്ല. അതുകൊണ്ടെന്താ ഈ തബൂക്കിലെത്തി, തബൂക്കിൽ ശക്തമായ കാറ്റടിച്ചു, ശക്തമായ കാറ്റടിച്ചു. ശത്രു സൈന്യങ്ങൾ ഫുള്ള് സാധനങ്ങൾ ഇട്ടിട്ട് ജീവൻ കൊണ്ട് ഓടി. സഹാബാക്കൾ മൊത്തം ഗനീമത്ത്, ഒരു യുദ്ധത്തിന്റെ ആവശ്യം വന്നില്ല, ഫുള്ള് ഗനീമത്ത് വായ്പകൾ വന്നു. അപ്പൊ ഇവിടെ മദീനയിലെത്തി ഈത്തപ്പഴത്തിന് ഒരു കുഴപ്പമില്ല. ഇന്നും ലോകത്ത് ഈത്തപ്പഴത്തിന്റെ മാർക്കറ്റ് മദീനയാണ്. അതിൽ 3 ആൾക്കാരെ കാര്യത്തിലൊന്നും തീരുമാനമുണ്ട്. ഒരു പോട്ടാന്ന് വിചാരിച്ചവരല്ല, ഒരു പോകില്ല എന്ന് പറഞ്ഞവരല്ല. ഒരാളുടെ വീട്ടിൽ കാബറ നിയമാവുന്ന വീട്ടിൽ ബന്ധുക്കൾ വന്നിരുന്നു. അപ്പൊ അവരൊന്ന് ഹിദ്മത്തൊക്കെ ചെയ്തിട്ട് വേഗം പോകാൻ, കാരണം ഭയങ്കര സ്പീഡിലുള്ള കുതിരയുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ. അതേപോലെ ഇത്ര സൗകര്യമുള്ള വേറെ ഒരു യുദ്ധ സന്ദർഭം ഉണ്ടായിട്ടില്ല. അത്ര നല്ല കുതിര എന്റെ കയ്യിലുണ്ട്. 2 കുതിര മറ്റുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ. അദ്ദേഹം സ്വസ്ഥയിൽ എത്താന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴത്തേക്ക് സൈന്യം മടങ്ങി വന്നു. 50 ദിവസം അവരോട് മിണ്ടണ്ടെന്ന് പറഞ്ഞു. നിബിധന ശാസ്ത്രങ്ങൾ മിണ്ടില്ല. ഇതൊക്കെ എന്തിനാണ്? വാഴത്തലാസത്തിന്റെ പുല്ലിപ്പൂന്ന് ഖുർആൻ പറയുന്നല്ലോ. എന്തിനാണ് ഇത് പറഞ്ഞിരുന്നത്? എന്റെ ദീനും എന്റെ ഹബീബിന്റെ സുന്നത്തുകളും ജീവിതത്തിൽ സമ്പത്തിന്റെ മുന്നിൽ വരുമ്പോ നിങ്ങൾ എന്ത് നിലപാടാണ് എടുക്കുക എന്നാണ് ആര് നോക്കുന്നത്? അല്ലാഹു നോക്കുന്നത്. അവിടെ സുന്നത്തിനോടുള്ള മഹബത്തുണ്ടാക്കി തീരുമാനമെടുക്കി. ആ കുറഞ്ഞ കാലത്ത് ജീവിക്കുള്ളൂ. മരിച്ചു പോകുമ്പോഴും കൊണ്ടാനുള്ളതാണ് നാട്. മരിച്ചു പോകുമ്പോഴും നിങ്ങൾക്ക് തോന്നുന്നത് ഇയാളെ ദിവലെന്നെ കെട്ടിപ്പറിയുന്നത്. ഇത് വന്നാൽ കുറെ പേരാണ്. ഇത് വന്നാൽ കുറെ സുന്നത്ത് എളുപ്പമാവും. ഇത് വന്നില്ലെങ്കിൽ കുറെ സുന്നത്ത് പോവൂലേ? ഇത് വന്നാൽ കുറെ സുന്നത്ത് വരും. ഇത് കുളിക്കുമ്പോഴും ഓർക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും മരിച്ചിറക്കുമ്പോഴും ഒക്കെ ഉണ്ടാവും. കഫം പൊതിമ്പോഴും ഉണ്ടാവും, കബറിലെത്തുമ്പോഴും ഉണ്ടാവും. പക്ഷെ നമുക്ക് ധൈര്യമില്ല. നമ്മളാണ് താങ്കൾ മുസ്ലിമാണ്. മുസ്ലിമിനൊക്കെ എന്താ ഈ ആപത്ത് വരുന്നതൊക്കെ ചോദിച്ചതിനെ കേട്ടാൽ വിചാരിക്കും മുസ്ലിമിനൊക്കെ ആപത്ത് വരുന്ന അന്നെ കൊണ്ടാണെന്നാണ് ശരിക്കും പറയേണ്ടത്.
കാരണം മറ്റേ ചങ്ങായിമാരുണ്ടാവും ഫുള്ള് പഠിച്ച് ഡെയിലി പഠിച്ച് ഇങ്ങനെ അങ്ങനൊക്കെ നോക്കും, അങ്ങോട്ട് വരുത്തി നോക്കും, ഇങ്ങോട്ടേക്ക് പിന്താക്കും. അപ്പോ നാളെ നബിതന്ന ശാസനങ്ങൾ ഏത് മുഖം കൊണ്ട് നോക്കും എന്ന് നിങ്ങൾ ആലോചിച്ചു. ഞാനത് പറയുമെന്നൊക്കെ ഇടങ്ങേറുണ്ടാവും, എനിക്കറിയാം. പക്ഷേ നാളെങ്ങളും ഞാൻ കുടുങ്ങരുത്. നാളത്തെ ഇടങ്ങേറുകളാണ് ഇന്നത്തെ ഇടങ്ങേറ് പോട്ടെ. അതുകൊണ്ട് സുന്നത്തുകൾ എന്തൊക്കെ സുന്നത്തുണ്ടോ കണ്ടാൽ അസ്സലാമു നബിതന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, നിങ്ങൾ അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറയണം. അറിയാത്തവർക്കും സലാം പറയാം. അറിയാത്തവർക്ക് എങ്ങനെ സലാം പറയാം? അറിയാത്തവർക്ക് എങ്ങനെ സലാം പറയാം? അറിയുന്നവർക്ക് സലാം പറയാൻ നമുക്കറിയാം. അത് മുസ്തഫയാണ്, ഇത് സുലൈമാനാണ്, ഇത് അബ്ദുറഹ്മാനാണ്, അത് ഷുക്കൂറാണെന്നൊക്കെ നമുക്കറിയാം. അവർക്ക് സലാം പറയും. അറിയാത്തവർക്ക് എങ്ങനെ സലാം പറയും? നബിതന്ന ശാസനം പറയണം, അറിയാത്തവർക്ക് സലാം പറയണം. എന്താണ് അറിയുന്നവർ അറിയാത്തവർ? അവരുടെ പേരറിയുന്നല്ല അതിന്റെ അർത്ഥം. ഇവൻ മുസ്ലിമാണ്, അവന്റെ പേര് എനിക്കറിയാം. ഇവൻ മുസ്ലിമാണ്, അവന്റെ പേര് എനിക്ക് അറിയില്ല. കണ്ടാൽ അറിയാം മുസ്ലിമാണ്. അങ്ങനെ സലാം പറയാൻ മലപ്പുറം കോട്ടക്കടയങ്ങാടിയിൽ ഇറങ്ങി എത്രയൊക്കെ പറയാൻ പറ്റും? നിങ്ങൾ പറയും. ഞങ്ങളോട് തന്നെ പറയണല്ലോ, കോട്ടക്കല്ലർ അറബി എന്നിട്ട് നമ്മളെ കൂട്ടാനോട് വെച്ച് ഇവിടെ മുസ്ലിംകളുണ്ട്. അവൻ പറഞ്ഞു ഫുള്ള് പുഴ മുസ്ലിങ്ങൾ തന്നെ. മുസ്ലിം ഏടെ മുസ്ലിം ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചു. എങ്ങനെ തരാൻ പറയും? അറിയാത്തവരോട് എങ്ങനെ തരാൻ പറയും? അറിയാത്തവരോട് എങ്ങനെ തരാൻ പറയും? നേരെ മറിച്ച് ഈ സുന്നത്ത് ആയ കോലം അല്ലെങ്കിൽ നബിതന്ന ശാസനങ്ങളുടെ ചര്യ അതെല്ലാം കണ്ടാൽ അറിയാതെ മുഹമ്മദിയാണ്. അപ്പൊ ആൾക്കാർ അസ്സലാമു പറയും. അവിടെ സുന്നത്തിലേക്ക് മടങ്ങണം. അവിടെ സുന്നത്തിനെ അന്വേഷിക്കും, റസൂലുള്ളാഹി ശാസനങ്ങളെ കുറിച്ച് പഠിക്കും, മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എന്തെങ്കിലും വഴി പഠിക്കുന്നതിനനുസരിച്ച് ഇഷ്ടപ്പെടും. അല്ലാഹു തആല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ നോക്കിമാറാവട്ടെ. നബിതന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ നബിതന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുബാറക്കായ കൈകൊണ്ട് ഹൗദുൽ കൗസറുമായി കുടിക്കുന്ന ഭാഗ്യവാന്മാരിൽ പടച്ചവൻ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വഹ്ത എന്ന് പറഞ്ഞ ആട്ടുന്ന വിഭാഗത്തിൽ നിന്ന് അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാവരെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. വാഹനങ്ങളുമായി